ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ശിശ്ശിൽ അജ്മീരി അജ്മീർ ശരീഫിൽ വിശ്രമിക്കുന്ന ഖാജ തങ്ങൾ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ശൈഖ് അവർകളെ, നിങ്ങൾ വിശ്രമിക്കുന്ന ഈ ബഗ്ദാദിന്റെ പരിസരം ദീനി ദഅവത്തിന് വേണ്ടി എനിക്ക് അനുവദിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഇന്ത്യ രാജ്യത്ത് ദീനി ദഅവത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ ഉപ്പാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ മദീനത്ത് റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയി പറഞ്ഞോളൂ. ഖാജ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ യഖ്ലത്തിലോ മനാമിലോ ഖാജ തങ്ങളെ വിളിച്ചു, യാ മുഈനുദ്ദീൻ അൻത സുൽത്താനുൽ ഹിന്ദി വ വലിയുഹാ ദാക മസ്കനുക വ മദ്ഫനുക. ഓ മുഈനുദ്ദീനെ, ഇന്ത്യ രാജ്യത്തിന്റെ രക്ഷാധികാരിയും ഭരണാധികാരിയുമായി ഞാൻ നിന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇനി ഭൂമിയുടെ മുകൾ ഭാഗത്തും ഭൂമിയുടെ അടിഭാഗത്തും ഹയാത്ത് കാലത്തും മരണാനന്തരം നിനക്ക് താമസിക്കാനുള്ള സ്ഥലം ഇന്ത്യ രാജ്യമായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, അങ്ങോട്ട് പോയിക്കോ. ഖാജ തങ്ങൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെടും. അങ്ങനെ യാത്ര ചെയ്ത് വന്നിട്ട് ഇറാഖിൽ, അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാണ്ഡഹാറിൽ നിന്ന് ഇന്ത്യയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു ഡൽഹിയിലേക്ക്. യാത്രാ മധ്യേ ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ അവിടെ തീയിനെ ആരാധിക്കുന്ന ആളുകൾ, അഗ്നിക്ക് ആരാധിക്കുന്ന ആളുകൾ, അവോല പടച്ചോൻ തീയിങ്ങനെ കൂട്ടിയിട്ട് അതിന് പോയിട്ട് പൂജിക്കും. സൂര്യനെ ആരാധിക്കുന്നവരൊക്കെ ഉണ്ട്, ഇത് തീയിനെ ആരാധിക്കുന്നവർ മജൂസികൾ എന്ന് ഖുർആൻ അവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, പഴയ കാലത്തെ ഉള്ളവർ. അപ്പോ ഈ അഗ്നി ആരാധകരായ ആളുകൾ ഇങ്ങനെ തീയിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ അവരെയൊക്കെ വിളിച്ചെടുത്തിട്ട് അവർക്ക് ദഅവത്ത് നടത്തി. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ തീയിനെ ആരാധിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് ഈ തീ ഒരു കാവലും നിൽക്കില്ല. നിങ്ങളെ കൂട്ടത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ചെറിയ ഒരു കുട്ടി ഈ തീയിന്റെ അടുത്ത് വന്നിട്ട് ഇത് തീയാണ് എന്നറിയാതെ ആ കുട്ടി തീയിലേക്ക് ഇങ്ങനെ വിരല് വെച്ചു കൊടുത്താൽ ആ വിരല് കരിഞ്ഞു പോകൂലേ? കരിയുന്നു. ഒരു ചെറിയ കുട്ടിനോട് ദയ തോന്നിക്കാൻ സാധിക്കാത്ത ഈ തീയിനെ നിങ്ങൾ എന്തിനാണ് ആരാധിച്ചു കൊടുക്കുന്നത്? നിങ്ങൾക്ക് ഉപകാരം ചെയ്യാനും ഒന്നിനും ഈ തീയിന് സാധിക്കില്ല. സാധിച്ചാൽ തന്നെ ഉപദ്രവേ നടക്കുള്ളൂ. അതുകൊണ്ട് ഇതിനെ ആരാധിച്ചിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. ആരാധിക്കാൻ അർഹതപ്പെട്ട റളീനാ ബില്ലാഹി റബ്ബാ, നമുക്ക് തൃപ്തിപ്പെട്ട് അംഗീകരിക്കാൻ പറ്റിയ റബ്ബുണ്ട്, ആ റബ്ബിനെ നിങ്ങൾ അംഗീകരിച്ചോളീന്നു. റബ്ബ് കഴിവ് കൊടുത്തെങ്കിലേ തീയിൽ കഴിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നാട്ടുകാരൊക്കെ കൂടെ ഓർമ്മപ്പെടുത്തി, നിന്റെ റബ്ബ് വിചാരിച്ചാൽ ഈ തീയിന് കഴിവ് കൊടുക്കാതിരിക്കുന്നു. എന്നാ പിന്നെ നിന്നെ ഈ തീയിലേക്ക് ഞങ്ങളൊക്കെ പിടിച്ച് എറിഞ്ഞാലോ? എറിയണ്ട, ഞാൻ പോയി വരാം തീയില്. നിങ്ങൾ എറിയാനും കുൽമാനും നിന്നിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട, ഞാൻ തീയിൽ പോയി സുഖമായിട്ട് അവിടെ നിന്നിട്ട് വരാം. അങ്ങനെ ഞാൻ ചെയ്താൽ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുമോ? അപ്പോൾ പറഞ്ഞു, ഞങ്ങളൊക്കെ സ്വീകരിക്കുന്നു. അപ്പൊ ഖാജ തങ്ങൾ പറഞ്ഞു, ഞാൻ തീയിലേക്ക് പോകുമ്പോ നിങ്ങളെ നാട്ടിലത്തെ ഒരു ചെറുപ്പക്കാരനെ എന്റെ കൂടെ കൊണ്ടുപോകും, ഓനും കൂടി എന്റെ ഒപ്പം പോരണം. അപ്പൊ അതെന്തേന്ന്, ഞാൻ ആ തീയിൽ പോയി വരുമ്പോ നിങ്ങൾ പറയും എന്തോ ജാലവിദ്യ കാണിച്ചതാണ്, അത് കൈകെട്ട് കാണിച്ചതാണ്, അത് മറിമായം കാണിച്ചതാണ്, അതുകൊണ്ട് അതിന് പറ്റൂല. ഞാനൊരു ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ചു പോകും, ഓനും ഞാനും ഒരു രോമം പോലും കരിയാതെ ആ തീയിൽ പോയിട്ട് തിരിച്ചു വരാം, നിങ്ങൾ നോക്കി നിന്നോളി. എന്നാ നിങ്ങൾ ഇസ്ലാമതം സ്വീകരിക്കുമോ? അപ്പൊ നാട്ടുകാരൊക്കെ പറഞ്ഞു, ഞങ്ങളൊക്കെ റെഡിയാണ്. സുബ്ഹാനല്ലാഹ്.
ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ നാട്ടുകാരെ മുഴുവനും വിളിച്ചു വെച്ചു. ആ ഗ്രാമക്കാരെ മുഴുവനും വിളിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഖാജ തങ്ങൾ ചെറുപ്പക്കാരൻ വിളിച്ചു, യാ ഗുലാം തആൽ. ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് ആ ചെറുപ്പക്കാരനെ കയ്യും പിടിച്ചിട്ട് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അന്നൊരിക്കൽ 6000 വർഷങ്ങൾക്ക് മുമ്പ് നമ്രൂദ് എന്ന ധിക്കാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട് കരിക്കാൻ തീരുമാനിച്ചു. ചരിത്രങ്ങൾക്കൊക്കെ അറിയാം, അതുകൊണ്ട് ഞാനിത് വിശദീകരിക്കണം. പക്ഷെ ഒരു വിശദീകരണങ്ങൾ കേൾക്കണം. എന്താ? ഇബ്രാഹിം നബിനെ തീയിലിട്ട് കരിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ അടുപ്പിലിട്ട് കത്തിച്ചതല്ല. പിന്നെ ഇബ്രാഹിം നബിനെ കത്തിക്കാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചു. നാട്ടുകാരെ എല്ലാവരും വിളംബരം ചെയ്തു. അങ്ങനെ ഇബ്രാഹിം നബിനെ കത്തിക്കാനുള്ള ഒരു മൈതാനി സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്തു. ആ മൈതാനിയിൽ വിറക് ശേഖരിച്ചു. വിറക് ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചിട്ട് ധാരാളം വിറക്. അന്നത്തെ ജനങ്ങൾ ഇബ്രാഹിം നബി അത്ര വലിയ ശത്രുവായി കരുതിയത് കൊണ്ട്, ദീനിന്റെ എതിരാളിയാണ് കരുതിയിട്ട്, അന്ന് ഊരവേദനയിലൊക്കെ ഒരു കെട്ട് വിറക് നിർത്തിയാക്കി ഇബ്രാഹിമിനെ കത്തിക്കണം. മുട്ടുംകാലിന്റെ വേദന മാറാൻ ഒരു കെട്ട് വിറക് ഇബ്രാഹിമിനെ കത്തിക്കാൻ. ചെന്നിക്കുത്ത് തലവേദന മാറാൻ ഒരു കെട്ട് വിറക് ഇബ്രാഹിമിനെ കത്തിക്കണം തീയിലേക്ക്. അത്രത്തോളം ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. ആ നാനാഭാഗത്തും വിറക് ശേഖരിച്ചിട്ട് 4 മൂലക്കലും തീ കൊളുത്തി. ആ തീ ഇങ്ങനെ നടുവിലെത്തി ആളിങ്ങനെ കത്തിച്ച് ആകാശത്ത് തൊട്ടിന്റെ രീതിയിൽ പറക്കുന്ന പക്ഷി വിറക് കരിഞ്ഞിട്ട് തീയിലേക്ക് വീണു. അത്ര ചൂടുള്ള തീയ. ആ തീയിലേക്ക് മിഞ്ചനിയൊക്കെ എന്നൊരു മെഷീനിൽ കയറ്റിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ ബില്ലിൽ നിന്നാണ് വിട്ടപ്പോൾ ഇബ്രാഹിം നബി ആ തീയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകുക. ആ തീയിലേക്കാണ് പോകുമ്പോൾ അല്ലാഹു തആല തീയിനെ വിളിച്ചു കൊടുത്തു, യാ നാറു കൂനി ബർദൻ വസലാമൻ ഇലാ ഇബ്രാഹിം അലാ ഇബ്രാഹിം. ഖുർആൻ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് ഇബ്രാഹിം നബി ആ തീയിലേക്ക് പോകുമ്പോൾ 2 കൈയും മൂപ്പരുടെ കൂട്ടി കെട്ടിയിക്കണേ. ആ കെട്ടിയ കയറ് കത്തിപ്പോയി. ഇബ്രാഹിം നബി ഒരു രോമം കരിഞ്ഞിട്ടില്ല. ആ ശക്തി അല്ലാഹു തആല കാണിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ഇന്ത്യയിലേക്കുള്ള ദഅവത്തിന്റെ യാത്രാമധ്യേ അഗ്നി ആരാധകരെ കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ തീയിൽ പോയിട്ട് വരാം. ഒരു ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് യാ ഗുലാം തആൽ. ബഹുമാനപ്പെട്ടവരാ ചെറുപ്പക്കാരന്റെ കൈയും പിടിച്ചിട്ട് നേരെ ആളി കത്തിക്കൊടുക്കുന്ന മജൂസികളുടെ ആ അഗ്നിയിലേക്ക് അങ്ങോട്ട് കടന്നു. ആ ചെറുപ്പക്കാരന്റെ കൈയും പിടിച്ചങ്ങോട്ട് കടന്നപ്പോൾ ആളുകൾ മുഴുവനും ആർത്തിരമ്പി കരയുകയാണ്. ഒന്നായിട്ട് ജനങ്ങളൊക്കെ ആർത്തിരമ്പി കരയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിൽ ചെന്നതുപോലെ ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ആ തീയിന്റെ മധ്യത്തിൽ പോയി ഇങ്ങനെ നിന്നിട്ട് ആ ചെറുപ്പക്കാരനും ഖാജ തങ്ങളും ഒരു രോമം പോലും കരിയാതിരുന്നപ്പോൾ ആ തീയിന്റെ മധ്യത്തിൽ ഇബ്രാഹിം ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്റെ റബ്ബിനെ അംഗീകരിച്ചുകൂടെ? അപ്പൊ ആ ജനങ്ങൾ മുഴുവനും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒരു പ്രദേശം മുഴുവനും ഇസ്ലാം മതം സ്വീകരിച്ചത് വാളെടുത്തുകൊണ്ടല്ല, കുഴപ്പം ഉണ്ടാക്കിയിട്ടല്ല, കുലുമാൽ ഉണ്ടാക്കിയിട്ടല്ല. പിന്നെ റളിനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടും, അല്ലാഹുവിന്റെ ദീനിനെ മതമായി തൃപ്തിപ്പെടും, അല്ലാഹുവിന്റെ റസൂലിനെ റസൂലായി ഹൃദയം നിറഞ്ഞ് അംഗീകരിക്കണം. സഹീഹ് മുസ്ലിമിൽ കിതാബുൽ നിഫാഖിൽ ഒരു സംഭവം കൊടുത്തത് കാണും. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്തിന്റെ ദർസ് നടത്താൻ സ്വഹാബാക്കൾ ആ ദർസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുനാഫിഖീങ്ങളിൽപ്പെട്ടവരാണ്. പ്രത്യക്ഷത്തിലോ മുസ്ലിമായിട്ട് അഭിനയിക്കുന്ന ആള് മുനാഫിഖാണ്. ആ മുനാഫിഖീങ്ങളിൽപ്പെട്ട ഒരു ചങ്ങാതി നബി തങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് കേട്ടപ്പോൾ മോനിക്കത് ദഹിച്ചില്ല.
ഓനിക്കത് അത്ര തൃപ്തിപ്പെട്ടു. ഓൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഭ ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. സുബ്ഹാന ജല്ല ജലാലുഹു. നബി തങ്ങളെ സഭ ബഹിഷ്കരിച്ച് അവൻ ഇറങ്ങിപ്പോയപ്പോൾ അല്ലാഹുവിന്റെ ശാപം അവന്റെ കൂടെ. അവൻ നേരെ പിന്നെ പോയത് ജൂതന്മാരെ കൂട്ടത്തിലേക്ക്. അവൻ പോയിട്ട് ജൂതനായി കുറച്ചു കാലം ഇസ്ലാമിന്റെ വിരോധിയായി ജൂതനായി ജീവിച്ചിട്ട് അവൻ മരണപ്പെട്ടു. ഹദീസിൽ കാണാം, മരണപ്പെട്ടപ്പോൾ ജൂതന്മാരെ മയ്യത്ത് മറവ് ചെയ്യുന്ന അവരുടെ ശ്മശാനത്തിൽ ആ മനുഷ്യന്റെ ശവം അടക്കം ചെയ്തു. ആ മനുഷ്യന്റെ ശവം അടക്കം ചെയ്തിട്ട് ആളുകളൊക്കെ പിരിഞ്ഞു പോന്നു. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ മയ്യത്ത് പുറത്തൻ. ഖബർ ആ മയ്യത്ത് സ്വീകരിച്ചില്ല. ഭൂമി ആ മയ്യത്ത് സ്വീകരിച്ചില്ല. മയ്യത്തിനെ ഭൂമി പുറത്തേക്ക് തള്ളി. ആളുകളൊക്കെ ബേജാറായി. അപ്പുറത്ത് വേറെ ഒരു ഖബർ കുഴിച്ചു. വേറെ ഒരു ഖബർ കുഴിച്ചിട്ട് ആ മയ്യത്തിനെ വീണ്ടും അതിൽ കുഴിച്ചു മൂടി. ആളുകളെല്ലാം ഇങ്ങ് പിരിഞ്ഞു പോന്നപ്പോൾ മയ്യത്തിനെ ഖബർ പുറത്തേക്ക് തള്ളി. അല്ലാഹുവിന്റെ റസൂലിന്റെ സഭ ബഹിഷ്കരിച്ച് പോന്ന ഈ ജൂതന്റെ മയ്യത്ത്, ആ മുനാഫിക്കിന്റെ മയ്യത്ത് ഭൂമി സ്വീകരിച്ചില്ല. നായ കാഷ്ടിച്ചാൽ ഭൂമി സ്വീകരിക്കും. ആര് കാഷ്ടിച്ചാലും ഭൂമി വേഗത്തിൽ അത് മറച്ചു വെക്കും. നോക്കേണ്ടി, ഒരു ജീവി ഭൂമിയിൽ കാഷ്ടിച്ചാൽ പിറ്റേന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഭൂമി എന്താക്കിയിട്ടുണ്ടാവും? അത് മറച്ചിട്ടുണ്ടാവും. നമുക്ക് വലിയ കാവലാണ് ഭൂമി. ഭൂമി. അതല്ലേ ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ നേതാവ് ശിബിലി എന്ന മഹാനായ ശിബിലി റളിയല്ലാഹു അൻഹു ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ടവർ കേട്ടു, യാ ശിബിലി കുൻ മിസ്ലി. മഹാനായ ശിബിലി തങ്ങളെ, നിങ്ങൾ എന്റെ മാതിരി ആയിക്കോളി. മൂപ്പരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ശബ്ദം കേൾക്കണം, യാ ശിബിലി കുൻ മിസ്ലി, നിങ്ങൾ എന്റെ മാതിരി ആയിക്കോളി. അപ്പൊ മൂപ്പര് പറയുന്ന ആളെ കാണാൻ മൂപ്പര് 10 അടി പിന്നിന്നാണ്. അപ്പോഴും പറഞ്ഞു, യാ ശിബിലി കുൻ മിസ്ലി, ശിബിലിയെ നിങ്ങൾ എന്റെ മാതിരി ആയിക്കോളി. നോക്കുമ്പോ ആരും കാണാൻ. മൂന്നാമത് ഇങ്ങനെ നടക്കുമ്പോൾ വീണ്ടും വിളിച്ചു പറഞ്ഞ നോക്കുമ്പോ കാലിന്റെ അടിയിൽ ഭൂമിയാണ് വിളിച്ചു പറയുന്നത്. ഭൂമി സംസാരിച്ച മഹാനാണ് ആര്? ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു. അത്ര വലിയ മഹാനാണ്. എന്താണ് ആ ശിബിലിയോട് ഭൂമി പറയുന്നത്? നിങ്ങൾ എന്റെ മാതിരി ആയിക്കോളും. എന്താണ് ഭൂമിന്റെ സ്വഭാവം? ഭൂമിന്റെ സ്വഭാവം ആരുടെ അയബും മറച്ചു. ഒരാളെ അയബ് പുറത്ത് കാണിക്കലല്ല ഭൂമിന്റെ സ്വഭാവം. ആണോ? ഭൂമിയിൽ ഒരാൾ കാഷ്ടിച്ചാൽ അപ്പൊ തന്നെ ഭൂമി അതിനെ മറക്കും. ഭൂമിയിൽ ഒരു ജീവി ചത്താൽ പിറ്റേന്ന് ഭൂമി അതിനെ മറക്കും. ഭൂമിന്റെ മുകൾ ഭാഗത്ത് എന്തൊക്കെ സ്വകാര്യം നമ്മളൊക്കെ ചെയ്തിരിക്കണേ, നമ്മൾ ചെയ്ത സ്വകാര്യം മുഴുവൻ ഭൂമി അറിയാത്തതുണ്ട്. ഭൂമി അറിയാത്ത വല്ല സ്വകാര്യമായിട്ട്. പക്ഷെ ഭൂമി എന്താണ്? അത് വിളിച്ചു പറയുന്നില്ല. ഭൂമി അതൊക്കെ മറച്ചു വെക്കുക. നമ്മുടെ മനുഷ്യർക്ക് ഉണ്ടാകേണ്ട സ്വഭാവം, ഒരു മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കത്തക്ക രീതിയിൽ ഒരാളുടെ അയബോ, ഒരാളെ കുറവോ, ഒരാളെ പോരായ്മയോ, ഒരാളെ പാകപ്പിഴവോ അത് വിളിച്ചു പറയലല്ല, അത് മറച്ചു വെക്കലാണ്. ശവം മറച്ചു വെക്കുന്ന ഭൂമി, കാഷ്ടം മറച്ചു വെക്കുന്ന ഭൂമി, സുബ്ഹാന ജല്ല ജലാലുഹു നായ കാഷ്ടിച്ചാൽ അത് മൂടി വെക്കുന്ന ഭൂമി. ആ മുനാഫിക്കിന്റെ മയ്യത്ത് സ്വീകരിച്ചില്ല. മൂന്നാമത്തെ പ്രാവശ്യം ജൂതന്മാരൊക്കെ കുളിച്ച് കുറച്ചുകൂടി ആഴത്തിൽ ഒരു കുഴി കുഴിച്ചിട്ട് അതിൽ കൊണ്ടുപോയിട്ട് അവനെ കുഴിച്ചിട്ടപ്പോൾ ആളുകളൊക്കെ തിരിച്ചു പോന്നു. ശവത്തെ ഭൂമി പുറത്തേക്ക് തള്ളി. സുബ്ഹാന ജല്ല ജലാലുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വഹീഹ് മുസ്ലിമിന്റെ കിതാബിന്റെ കാക്കൽ നമുക്ക് കാണാൻ പറ്റും, അവസാനം ആ ശവത്തെ കൊണ്ട് ജനങ്ങൾ കുടുങ്ങിയില്ലേ. അപ്പൊ ജൂതന്മാർ താമസിക്കുന്ന ഭാഗത്ത് ഒരു മുള്ളുകളാൽ നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് മരങ്ങൾ, മുൾമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ശവം എടുത്തിട്ട് ആളുകൾ കൊണ്ടുപോയിട്ട് ആ മയ്യത്തെ ആ മുള്ളുകൾ നിറഞ്ഞു നിൽക്കുന്ന മരത്തിലേക്ക് എറിഞ്ഞു കൊടുത്തു.
ആ മുള്ളിനിങ്ങനെ തറച്ചിട്ട് ശവം അവിടെ ഇങ്ങനെ ഇളിച്ച് നിന്നിട്ട് ആളുകൾക്ക് മുഴുവനും പാഠമാകുന്ന രീതിയിൽ ആ ശവത്തിൽ നിന്ന് ഓരോരോ കഷ്ണം മാംസം ഇങ്ങനെ മുറിഞ്ഞ് കാലങ്ങളെ കൊണ്ട് കാക്ക കൊത്തിയും മറ്റ് ജീവികൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങൾ ധിക്കാരികളെ പാഠം പഠിപ്പിച്ച ഒട്ടനേകം സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇന്നത്തെ ധിക്കാരികൾക്കും കൊടുക്കാൻ അല്ലാഹുവിന്റെ കഴിവിന് കുറവില്ല. പക്ഷേ മുസ്ലിമീങ്ങളായ നാം ആരാണ്? നമ്മൾ ശരിയായ മുസ്ലിമീങ്ങളാണ്. നമ്മൾ ശരിയായ മുസ്ലിമീങ്ങളാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെല്ലാം കൂടി ഇല്ലാത്ത കാലങ്ങളിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മളെ ഈ ചെറിയ മക്കള്, ഈ ഇമ്മാരൊക്കെ ചെറിയ മക്കളുണ്ട്, ആ കുട്ടികളെ കൂട്ടിയിട്ട് ദ്വാരക്കാൻ കുട്ടികൾ ഇങ്ങനെ ആമീൻ എന്ന് കൈവന്തിച്ചാൽ ഒരു ദുആക്ക് ഉത്തരം കിട്ടുന്ന ആൾക്കാരെ കുട്ടികൾ. പ്രായമുള്ള ആൾക്കാരുണ്ടാവും. ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഇതൊക്കെ മടങ്ങി നല്ല ജീവിതം നയിക്കുന്ന വയസ്സന്മാരുണ്ടാവും. ചില വയസ്സന്മാരുണ്ടാവും വയസ്സായിട്ടും ഒരു മടക്ക ചിന്ത ഇല്ലാത്ത. അള്ളാഹു ഓരൊക്കെ നന്നാക്കട്ടെ. അല്ല, ചിലവരങ്ങനെ ഉണ്ടാവും. ആരോരാൾക്ക് പാപ്പ ഇങ്ങനെ സുഖമില്ലാതെ ആയപ്പോ മകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തു. അതിനൊന്നും ആയിട്ടില്ല കുട്ടിയ. അതൊന്നും ചെല്ലാൻ മാത്രമായിട്ടില്ല. അതിനെക്കാളും ആകുമ്പോ ചെല്ലാൻ മതി. അങ്ങനെ മോശപ്പെടുന്ന അള്ളാഹു നമ്മളെ കാക്കണം. നിങ്ങൾ ഞാൻ വിചാരിച്ചാൽ പറയാം. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വയസ്സുള്ള ആൾക്കാർക്ക്, അതേപോലെ തന്നെ പ്രായമുള്ള അമ്മമാരുണ്ടാവും. വേറെ യാതൊരു വേണ്ടാത്ത വർത്തമാനത്തിനുമില്ല, വേണ്ടാത്ത ചിന്തക്കുമില്ല. സുബ്ഹാനല്ലാഹ്. ചില മരുക്കളൊക്കെ അമ്മായിമാരെ പറ്റി പറയും, എന്റെ അമ്മായിമാർ എന്തോരം നല്ല സ്വഭാവമാണ്. ഉണ്ടോ? അത് മരുക്കളെ കൊണ്ടൊക്കെ ഒന്ന് പറഞ്ഞു കിട്ടണമെങ്കിൽ അമ്മായിമാരുടെ സ്വഭാവം നന്നാകാൻ അല്ലേ? അപ്പൊ അങ്ങനെ നല്ല അമ്മമാരുണ്ടാകും, നല്ല വാപ്പാരുണ്ടാകും, നല്ല ചെറുപ്പക്കാരുണ്ടാകും. ആരും നമ്മൾ കണക്കാക്കിയാൽ മതിയാവൂല. നമ്മൾ കണക്കാക്കുന്നവരാകൂല ചിലപ്പോ നല്ലത്. ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ പാപ്പ ഹയാത്തുള്ളപ്പോ നമ്മളെ മഴുതനില് ഖലീൽ തങ്ങൾ പാപ്പാന്റെ 27ാം പരിപാടിയാണല്ലോ, വലിയ ദിക്റുള്ള പരിപാടി. അതിനു വേണ്ടി ഉള്ളാളത്തെ പാപ്പ വന്ന് നമ്മളെ സ്റ്റേജിൽ കയറി ഇരുന്നാൽ പാപ്പ അങ്ങനെ പറയും. എന്താ പാപ്പ പറയണത്? എടാ, സ്റ്റേജിൽ ഇരിക്കുന്ന നമ്മളെക്കാളൊക്കെ വലിയ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ആൾക്കാർ സദസ്സിൽ ഇരിക്കുന്നുണ്ടാകും. നിങ്ങൾ സ്റ്റേജിമൊക്കെ നോക്കിയിട്ട് ഇതാണ് കാര്യപ്പെട്ടവരെന്ന് മാത്രം കരുതണ്ടാന്ന് പാപ്പ പറയും. പാപ്പാന്റെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടെ നിന്ന് കാണിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. എന്തെയോ സാധാരണ അങ്ങോട്ട് എന്തെങ്കിലും വാങ്ങലാണ്, ഇപ്പൊ അങ്ങോട്ട് കൊടുക്കുക. നിങ്ങൾ കാലത്തിന് വന്ന മാറ്റാണ്. എല്ലാത്തിനും മാറ്റം വന്നല്ല. പണ്ടൊക്കെ നമ്മൾ ഔത്തുനിന്ന് ചോറ് വെച്ച് കാണി സിനിമ കാണാൻ പുറത്തു പോകാൻ. ഇപ്പൊ പുറത്തു പോയി ചോറ് വെച്ച് നിങ്ങൾ ഔത്തുനിന്ന് സിനിമ കാണാൻ. ആ കാലം മാറിയിട്ട് ഓരോ സംഗതികൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ തരട്ടെ. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ നിങ്ങളെ കവർ അങ്ങോട്ട് തരുന്നുണ്ട്. അത് നിങ്ങളെല്ലാരും വാങ്ങി അവിടെ കയ്യിൽ വെച്ചോളി. നാളെ മഗ്‌രിബിന്റെ മുമ്പ് നിങ്ങളെക്കൊണ്ട് കഴിയണത് അയക്ക് ഇങ്ങനെ ഇടുമ്പോ ആലോചിക്കാം. ഈ കവറിൽ ഈ നോട്ടിടണ മാതിരി ആവുകയുള്ളൂ. കവറിൽ ഇന്ന വെക്കണത് ഇങ്ങനെ ആലോചിക്കുമ്പം 500, 2000. അപ്പൊ അതുകൊണ്ട് എല്ലാരും കവറ് വാങ്ങാം. പിന്നെ വേറെ സംഗതി ഉണ്ട്, എല്ലാവർക്കും തികയില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ നിൽക്കണം. സാധനമില്ല എല്ലാവർക്കും. അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ ഇപ്പൊ വളരെ ശ്രദ്ധിക്കാറുണ്ട്. കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ആണുങ്ങളെടുത്തൊക്കെ പോകണം, പെണ്ണുങ്ങൾ എല്ലാവർക്കും കൊടുക്കണം. ഉമ്മക്ക് കൊടുത്ത് നേരത്തെ മകൾക്ക് കൊടുക്കാതൊക്കെ, മകൾക്ക് കൊടുത്ത് തന്നെയാച്ച മരുവക്ക് കൊടുക്കാതൊക്കെ. നാളെ ഒരു പ്രശ്നം, കൂറ്റമ്പാർ ഉസ്താദ് വന്നപ്പോ കൊടുത്ത സാധനം ഞമ്മക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പേരുണ്ടാക്കാൻ പറ്റും. നമ്മുടെ അടുത്ത നാട്ടുകാരാകുമ്പോഴേ അതൊക്കെ ഒരു ബുദ്ധിമുട്ടിനിടയാണ്. എല്ലാവർക്കും കൊടുക്കാന്നുള്ളത് ഞാൻ എപ്പോഴേ തുടങ്ങിയാൽ ഞാനൊരു മഹല്ലത്തിൽ പോയി. നമ്മളാ ഭാഗത്തൊക്കെ ഞാൻ കുറെ കമ്മിറ്റിന്റെ പ്രസിഡന്റാണ്. ഒരു മഹല്ലത്തിൽ പോയി ജുമാന്റെ ശേഷം ആൾക്കാരൊക്കെ കൂട്ടി പറഞ്ഞ് സംഗതികളൊക്കെ പറഞ്ഞ് തീരുമാനിച്ച് കാലിയാർക്ക് 2000 രൂപ ശമ്പളം കൂട്ടി.
അസിസ്റ്റന്റിന് 1000. ഓൽക്ക് രണ്ടാൾക്കാണ് കൂട്ടിയ കാര്യം പറഞ്ഞോളൂടെ നാട്ടുകാരെ കണ്ണും മൂറൊക്കെ പാടി ഓലെങ്ങനെ തമ്മിൽ സ്വകാര്യം പറഞ്ഞ മാതിരി തോന്നി. എങ്ങനെ എന്തേ ചെമ്പാർ ഉസ്താദ് വന്നിട്ടൊരു കാര്യം കിട്ടി, വലിയ മുതലേക്ക് 2000 കിട്ടി, ചെറിയ മുതലേക്ക് 1000 കിട്ടി, ഞമ്മക്ക് എന്തേ കിട്ടിയത്? അത് കേട്ടപ്പോ എനിക്കും ഒരു പൂർത്തിയായി. ഞാൻ വേഗം വിട്ടിട്ട് എന്ത് ചെയ്തേ, നാട്ടുകാരൊക്കെ 50 ഉറുപ്പികയാണ് വേണമെങ്കിൽ അതൊക്കെ 100 ആക്കി കൂട്ടി. അപ്പൊ കൂട്ടാണെങ്കിൽ എല്ലാവർക്കും, അപ്പൊ നാട്ടുകാർക്കൊക്കെ സന്തോഷമായി, നല്ല റാഹത്തായി, ആദ്യാർക്കും കൂട്ടി, മല്ലാക്കാർക്കും കൂട്ടി, നാട്ടുകാർക്കും കൂട്ടി. അങ്ങനെ ജുമാ കഴിഞ്ഞപ്പോ ഒരു പെരക്കാരിനെ കൂട്ടിക്കൊണ്ടുപോയി നെയ്ച്ചോറ് ഇറച്ചിയൊക്കെ തന്ന് ഒരിഞ്ഞും ചെല്ലാൻ പറഞ്ഞു. അപ്പൊ അതെന്താണിത്, കൂട്ടാണെങ്കിൽ എല്ലാവർക്കും കൂട്ടാം. അപ്പൊ അവർക്കൊക്കെ സന്തോഷമായി. മറ്റേ മൂലാർക്കും മല്ലാക്കാർക്കും മാത്രം കൂട്ടിങ്ങാണ്ട് നാട്ടുകാർക്ക് കൂട്ടാതെ പോകാൻ പറ്റും. അപ്പൊ ഞമ്മള് കൂട്ടുന്നതും കൊടുക്കുന്നതൊക്കെ എന്താക്കണം, എല്ലാവരും. അതാ ഞാൻ പറയാൻ കാരണം. അപ്പൊ കുറച്ചാൾക്കാർക്ക് കവറ് കിട്ടി, കുറച്ചാൾക്കാർക്ക് കിട്ടിയില്ല. അങ്ങനെ ഒരു കേസ് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും കിട്ടും. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ആണുങ്ങളാരും ബേജാറാണ്ട് നിങ്ങൾക്കൊക്കെ തരും. അല്ലാഹുവിനെ ഖൈർ നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്, ആഫത്ത് മുസീബത്തുകളൊക്കെ തടുക്കണേ അല്ലാഹ്. ഐസിയുവിൽ കടന്നുകൊണ്ട് ഒന്നുമില്ലാതെ മരിക്കേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാഹ്. അർഹമർ റഹീമേ, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട മരണമാക്കല്ലേ അല്ലാഹ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഹബീബുന മുഹമ്മദ് മുസ്തഫ. സമാധാനത്തോടുകൂടെയുള്ള ജീവിതം നമുക്ക് ഭൂമിയിൽ സാധ്യമാകണ്ടേ, അതിന് റളീനാ ബില്ലാഹി റബ്ബാ. സന്തോഷ സമയത്തും അല്ലാഹ്, ദുഃഖത്തിന്റെ സമയത്തും അല്ലാഹ്, ക്ഷാമത്തിന്റെ സമയത്തും അല്ലാഹ്, ക്ഷേമത്തിന്റെ സമയത്തും അല്ലാഹ്, ഏതൊരു പരീക്ഷണം വന്നാലും അല്ലാഹുവിനെ റബ്ബായി പൊരുത്തപ്പെടണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, റബ്ബിനോട് ഒരു ബഹിഷ്കരണം, അള്ളാന്റെ ദീനിനോട് ഒരു മത്സരം, അത് ആരുടെയെങ്കിലും മനസ്സിൽ വന്നാൽ ഇസ്ലാമിനോട് വിരോധം വെച്ച് നിൽക്കുന്ന ഒരാളെയും അള്ളാഹു തആല പാഠം പഠിപ്പിക്കാതെ വിടുകയില്ല. പക്ഷേ നമ്മൾ ആരാവണം? നമ്മൾ മുസ്ലിംകളാവണം. നമ്മൾ ഹൃദയം നിറഞ്ഞ മുസ്ലിമായിട്ട് അള്ളാഹിനോട് ദ്വാർന്നാൽ അള്ളാഹു നമ്മുടെ ദുആ തട്ടിക്കളയും. ഞാൻ പറഞ്ഞില്ല, ഉള്ളാൾത്തപ്പാപ്പ പറഞ്ഞു, എത്രയോ സ്വാലിഹീങ്ങൾ 40 ആളുകൾ കൂടുന്നിടത്ത് ഒരു ദുആക്ക് ഉത്തരമുള്ള ആളുണ്ട്. ആരാന്ന് വിചാരിച്ചിട്ട് നമ്മള് കരുതിയ ആളായിക്കൊള്ളുന്നില്ല. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ശുജാഇ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, വലിയ കാര്യമായ മഹാനാണ്. പക്ഷേ വഅള് പറയണ മോചാരും നല്ല പാട്ട് പാടണ മോചാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് സഫലമാല ബഹുമാനപ്പെട്ട ശുജാഇന്റെതാണ്. ശുജാഇ ഉണ്ടാക്കിയ ഒട്ടേറെ ബൈത്തുകൾ, നല്ല രസമുള്ള പാട്ടുകൾ, അറബി ഭാഷയ്ക്ക് നല്ല സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരു വാക്ക് അറബിയിൽ പറയാം, അതിന്റെ അർത്ഥം മലയാളം, എന്നിട്ട് അത് പാട്ടാക്കി നല്ല രസമുള്ള പാട്ടാണ്. മഅനൽ ബുറൂസി വസ്സുറയ്യാ ബൽബ് വകഹവത്തുൻ ഖബ് വരീശുൻ നിബ് മിളന്നത്തുൻ പമ്പ് നുഹാസുൻ ചമ്പ് വഉഖദത്തുൻ കമ്പ് വനബലുൻ അമ്പ് യുഖാലു ഖുൽകാസുൻ ബിമഅനാ ചേമ്പ് വസ്സൗമു നോമ്പ് വമുഖാമുൻ കാമ്പ്. ഇങ്ങനെ വല്ലാത്ത അറബി സാഹിത്യത്തിനൊക്കെ പാട്ടുണ്ട്, വലിയ സംഭാവന ചെയ്ത ആളാണ്. അപ്പൊ ആൾക്കാർക്കൊക്കെ ഒരു പാട്ട് പാടുന്ന വേളന്റെ മോചാരിന്റെ മൂപ്പര അറിയാം, അള്ളാഹു കളിക്കാൻ വലിയ ദർജയുള്ള ആളാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് മദീന മുനവ്വറയിൽ അല്ലാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്തിട്ട് 1000കണക്കിന് സലാത്തും ചൊല്ലിയിട്ട് മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ കടന്നു മുത്തുനബിനെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി. റസൂലുള്ളാഹിനെ വന്ന് കാണാൻ പൂതിയായിങ്ങാണ്ട് നബി തങ്ങളെ പേര് സ്വലാത്തും ചൊല്ലിയിട്ട് ഇങ്ങനെ കടന്നു. ഉറക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഈ ഹജ്ജൊക്കെ കഴിഞ്ഞ് മദീനൊക്കെ കഴിഞ്ഞിട്ട് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോണല്ലോ. ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയാൽ മരണം വരെ എന്റെ ഈമാൻ ശക്തിപ്പെടുത്തി നിർത്തുന്ന ഒരു തർബിയത്തിന്റെ ശൈഖ്, എനിക്ക് പിൻപറ്റാൻ പറ്റിയ, എനിക്ക് മാർഗദർശിയാകാൻ പറ്റിയ നല്ല ഒരു വലിയനെ നീ എനിക്ക് തെരഞ്ഞെടുത്ത് തരണേ. അള്ളാഹിനോട് ദുആ ചെയ്ത് കടന്നതാ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വപ്നത്തിൽ കാണുന്നത്. നബി തങ്ങളോട് പറഞ്ഞു, നബിയേ,
നബിയെ, എനിക്ക് എന്റെ ഈമാൻ ശക്തിപ്പെടുന്ന രീതിയിൽ ഒരു വലിയ നേട്ടങ്ങൾ എനിക്ക് കാണിച്ചു തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുജാഇ മുജാഹിദിനോട് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്തു, നിങ്ങളെ കയ്യിൽ പിടിച്ച തസ്ബീഹ്മാലുണ്ട്, ആ തസ്ബീഹ്മാല ചോദിച്ചുകൊണ്ട് ഒരാൾ വരും, അയാളാണ് നിങ്ങളെ ശേഷം. നല്ല അടയാളമാണ്. പിന്നെ ശുജാഇ ഉസ്താദ് എന്ത് ചെയ്തു? മൂപ്പര് മദീനത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ ദിക്റും ചൊല്ലി നടക്കുമ്പോ തസ്ബീഹ്മാല ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്ന ആള് കാണാതെ കണ്ടാന്ന് എഴുതിയിട്ട് മൂപ്പര് ഇങ്ങനെ പിടിച്ചിങ്ങനെ തസ്ബീഹ് ചൊല്ലിയിട്ട് ഇങ്ങനെ നടന്നു. മദീനത്തിൽ കൂടെ ഒക്കെ നടന്നിട്ട് ആരും കാണാൻ. അവിടുന്ന് മദീനത്തെ സമയം കഴിഞ്ഞപ്പോ മക്കത്ത് വന്നു, അവിടുന്ന് ആരും കണ്ടില്ല. മൂപ്പര് ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി, അപ്പോഴും ആരും കാണാൻ. എന്ത് ചെയ്യും? അവൻ മൂപ്പര് ഇവിടെ വന്ന് പഴയ മാതിരി വെള്ളമൊക്കെ തുടങ്ങി, ജീവിതമൊക്കെ തുടങ്ങി, അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നുങ്ങാണ്ട് പഴയ പോലെ തന്നെ ഇങ്ങനെ. അപ്പൊ മൂപ്പര് വീട് ഇങ്ങനെ റോഡിന്റെ അവിടുന്ന് ഉള്ളിലേക്ക് കുറച്ചാണ് പോകണം. അപ്പൊ പഴയ കാലത്തൊക്കെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്ത് പോണല്ലോ, ടോർച്ചും മൊബൈലും ഒന്നും ഇല്ലല്ലോ. ഉണ്ടോ? അന്ന് എന്താ ഉണ്ടായത്? അന്ന് ചൂട്ട് കത്തിച്ചല. ചൂട്ട് കാരണം നിങ്ങൾക്ക് ഈ ചെറിയ കുട്ടിയൊക്കെ ഇപ്പൊ ചൂട്ടറിയാം. തെങ്ങിന്റെ പോലെ അതിനെടുത്തിട്ട് രണ്ട് കെട്ട് കെട്ടിയിട്ടില്ലേ, അയിമാരെ കത്തിച്ചിട്ട് മിന്നിട്ടുണ്ട് ഒരു പോക്ക്. പണ്ടത്തെ കാലത്ത് വാഴത്തിന്റെ മോര്യാര് മുന്നിൽ വരുമ്പോ എന്ത് ചെയ്യും? ഒരാളെ കാശിലേറ്റ് തലയിൽ വെച്ചിട്ട് മുന്നിൽ നടക്കും. വയലിന് വരുന്ന ആൾക്കാരിങ്ങനെ എല്ലാ വീടുകളിലും ചൂട്ടും കത്തിച്ചിട്ട് ഇങ്ങനെ വേണ്ട. അപ്പൊ അവിടെ അങ്ങാടിയിലൊരു ചെറിയ കച്ചവടം, ചെറിയൊരു അങ്ങാടിയിലെ കച്ചവടം. ആരാ? ഒരു ചൂട്ടും കച്ചവടം ചെയ്യുന്ന കാക്ക, ചൂട്ട് കച്ചവടം ചെയ്യുന്ന ഒരു കാക്ക. അപ്പൊ മൂപ്പര് ഒരു ദിവസം രാത്രി ഒരു ബൈക്ക് പോയിട്ട് ശുജാഇ മുജാഹിദ് ഒരു ബൈക്ക് പോയി രാത്രി തിരിച്ചെത്തിയിട്ട് പെരേക്ക് പോകാൻ നോക്കുമ്പോ വെളിച്ചല്ല. അപ്പൊ ഈ ചൂട്ട് വെക്കണ കച്ചവടക്കാരൻ്റെ എത്തി എന്നാണ് പറഞ്ഞു, പിന്നെ ഒരു ചൂട്ട് വേണല്ലോ, എനിക്കാണ് കുടിക്ക് പോകാൻ വെളിച്ചല്ലോ, ഒരു ചൂട്ട് തരുന്നല്ലോ. അപ്പൊ ഈ കച്ചവടക്കാരൻ പറഞ്ഞു, ചൂട്ട് പിന്നെ തരാം, നിങ്ങൾ ആ തസ്ബീഹ്മാല എങ്ങനെ ചൂട്ട് പിന്നെ തരാം, നിങ്ങൾ ആ തസ്ബീഹ്മാല തന്നു. അപ്പൊ ശുജാഇ മുജാഹിദ് പറഞ്ഞു, ഇത് അനക്ക് തരാനുള്ളതല്ല, ഇത് കുറച്ച് കാര്യപ്പെട്ട മാലയാണ്, ഇത് മാത്രമധികം ദിക്റ് ചൊല്ലിയ മാലയാണ്, ഇത് ചോദിച്ചിട്ട് ഉത്തരവാദപ്പെട്ട ഒരാള് വരും, അപ്പൊ ഓനിക്ക് കൊടുക്കാനുള്ളതാണ്, ഇത് അനക്ക് തരാനുള്ളതല്ല. അപ്പൊ കച്ചവടക്കാരൻ പറഞ്ഞു, അങ്ങനത്തെ മാല എനിക്ക് വേണ്ട, അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച മാല ഉണ്ടല്ലോ അതിന് തന്നോളൂ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചോർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ മാലല്ലേ, അതിന് തന്നോളൂ. അപ്പോഴാണ് ഈ ചൂട്ട് കച്ചവടക്കാരൻ അല്ലാഹുവിന്റെ അടുത്ത് ഇത്ര വലിയ മഹാനാണ് എന്ന് ബോധ്യപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ശുജാഇ മുജാഹിദ് ഇത്ര വലിയ മഹാനാണ് എന്ന് ഇയാൾക്ക് ബോധ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നല്ല കൽബുള്ള ആളുകളുണ്ട്. അവരെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്ന മാതിരിയല്ല. ഈമാനുള്ള ആളുകൾ അല്ലാഹുവിനെക്കുള്ള അടുക്കുകയാണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല, ദുആക്ക് ഉത്തരം കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആളുകൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ ഇന്നും എത്രയോ ജീവിച്ചിരിപ്പുണ്ട്. ഹറാമായ ഒരു ഭക്ഷണം കഴിക്കാതെ, ഹറാമായ ഒരു വെള്ളം കുടിക്കാതെ, ആരെപ്പറ്റിയും ഗീബത്ത് നമീമത്ത് പറയാതെ, ആരെപ്പറ്റിയും ആക്ഷേപം പറയാതെ, അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന എത്രയെത്ര മുഅ്മിനുകളുണ്ട്, എത്രയെത്ര മഹാന്മാരുണ്ട്. നമ്മൾ അവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവര് അത്ര വലിയ മഹാന്മാരാണെന്ന കാര്യം അവര് തന്നെയും ആരോടും പ്രഖ്യാപിക്കുന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ജീവിതകാലം. എന്ന് ഒരേ മാതിരി ഇങ്ങനെ നിൽക്കും. മനുഷ്യന്മാരിങ്ങനെ ചിരിച്ചുകൊണ്ട് എപ്പോഴും എണ്ണക്കാർക്ക് വെട്ടേണ്ട മാതിരി. ചിരിയുള്ള സമയം ഉണ്ടാവും, ദുഃഖമുള്ള സമയം ഉണ്ടാവും, ദേഷ്യമുള്ള സമയം ഉണ്ടാവും, പല അവസ്ഥയും മനുഷ്യനുണ്ടാവും. വിശപ്പുള്ള സമയം ഉണ്ടാവും, ദാഹമുള്ള സമയം ഉണ്ടാവും. എല്ലാ അവസരവും വരും. അല്ലാഹുവിൽ നിന്നാണ് ഇതിന്റെ ഒക്കെ തീരുമാനം എന്നതിൽ നമ്മളെ കൽബ് ഉറച്ചിരിക്കണം. നമ്മളിപ്പോ സൗദി കൂടെ ഒക്കെ പോയി കുറെ പൈസ ഉണ്ടാക്കിയ, അങ്ങനെയാണ് നമ്മളെ നാട്ടില് മുനാറുള്ള പള്ളികൾ, കുബ്ബുള്ള മക്കാമ്. ഗൾഫിലെ കുട്ടികൾ വരുന്നതിന് മുമ്പ് ഇവിടെ ഏത് ടെറസ് ബിൽഡിങ്ങിന്റെ
ഇവിടെ ഗവൺമെന്റ് പലതും മാറി മാറി ഭരിച്ചിരിക്കണം, അതൊക്കെ ശരി തന്നെയാണ്. ഗൾഫിക്ക് കുട്ടികളാണ് പോയി, അറേബ്യൻ ഗൾഫിൽ. അപ്പൊ അറബികളെ പണം അത് മുസ്ലിമീങ്ങളെ കയ്യിൽ അല്ലാഹു കൊടുത്ത റഹ്മത്താണ്. അത് കിട്ടിയപ്പോൾ അൽഹംദുലില്ലാഹ് ഒരു കുടുംബത്തിൽ ഒരു നാട്ടിൽ നിന്ന് ഒരു 10 ആള് ഗൾഫ് പോയാൽ മതി, ആ നാട്ടിൽ മുഴുവനും അതിന്റെ ഒരു തണുപ്പ് ഇങ്ങനെ ഉണ്ടാവില്ല. ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് മോലാർക്ക് ഒരു തലീക്കെട്ട് കൊടുത്ത്, കാലിയാർക്ക് ഒരു കുപ്പായം കൊടുത്ത്, മൊല്ലാക്കാർക്ക് ഒരു തുണി കൊടുത്ത്, മറ്റേ ആചാര്യക്ക് ഒരു തൊപ്പി കൊടുത്ത്, കണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വല്യമ്മക്ക് തലവേദനക്കുള്ള മരുന്ന് കൊടുത്ത്, അങ്ങനെ ഈ കുട്ടികൾ അവിടുന്ന് വരുന്ന സമയത്ത് ഒക്കെ കൊടുക്കാൻ കണക്കാക്കിയിട്ട് തന്നെ കൊണ്ടുവരും. അമേരിക്കയിൽ പോയാൽ കൊണ്ടുവന്നിട്ടും ഇവിടെ അമേരിക്കയിൽ പോയാൽ കൊണ്ടുവന്ന കൊടുത്തത് ഇവിടെ ആർക്കാൻ കിട്ടിക്കണം. ബ്രിട്ടീഷ് പോയി വരുന്ന കൊണ്ടുവന്ന് കൊടുത്തത് ഇവിടെ ആർക്കാൻ കിട്ടിക്കണം. ഓൻ ദുബായിൽ നിന്ന് വരികയാണ്, ഓൻ സൗദിയിൽ നിന്ന് വരികയാണ്, മുസ്ലിമീങ്ങളെ രാജ്യത്ത് നിന്ന് വരുന്നു. ഓന്റെ കയ്യിലുള്ളത് ഇവിടെ എല്ലാവർക്കും ഉപകരിക്കും. മുസ്ലിമീങ്ങളെ കയ്യിൽ അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന നിഅമത്ത് എങ്ങനെയാണെന്ന് അത് ഞമ്മക്ക് അല്ലാഹു തരുന്ന നിഅമത്ത് പശുവിന് പാല് കൊടുത്ത മാതിരിയാണ്. പശുവിന് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന പാല് അത് എല്ലാവർക്കും റഹ്മത്താണ്. പശുവിന്റെ പാല് പശു പ്രസവിച്ച കുട്ടിക്ക് മാത്രമല്ല, ആണോ? പശുവിന്റെ പാല് ആർക്കൊക്കെ പറ്റും? ഡോക്ടർക്കും പറ്റും, രോഗിക്കും പറ്റും, ഉസ്താദിനും പറ്റും, ശിഷ്യന്മാർക്കും പറ്റും, ഷെയ്ഖിനും പറ്റും, മുരീദിനും പറ്റും, മുതലാളിക്കും പറ്റും, തൊഴിലാളിക്കും പറ്റും, പെണ്ണുങ്ങൾക്കും പറ്റും, ആണുങ്ങൾക്കും ഭാര്യക്കും പറ്റും, ഭർത്താവിനും ആർക്കാനും നമ്പൂരിക്കും പറ്റും, നായർക്കും. ആ പശുവിന്റെ പാല് ആണെങ്കിൽ എല്ലാവർക്കും പറ്റും. ഇനി പാല് കുടിച്ചാൽ പല ബുദ്ധിമുട്ടുണ്ട്, എന്നാ തൈരാക്കിക്കളാ. തൈരായോ മോരാക്കിക്കളാ. ഒഴിവാക്കേണ്ട കാര്യമല്ല. പാലായിട്ടോ തൈരായിട്ടോ മോരായിട്ടോ വെണ്ണയായിട്ടോ ആ പശുവിന്റെ പാല് എല്ലാവർക്കും. നിങ്ങൾ നോക്കി, അതും ഇപ്പൊ കാലത്തിന് മാറ്റം വന്നു. പണ്ട് ഒരു നാട്ടിലൊരു പശു ഉണ്ടായാൽ എല്ലാവർക്കും ഒരു റഹ്മത്താണ്. ഇപ്പൊ ഒരു നാട്ടിലൊരു പശു ഉണ്ടായാൽ 4 ആള് മരിച്ചാൻ കാരണമാകുന്നിടത്ത് കാണുമ്പോ മാറ്റം വരും. പശുവിന്റെ കാര്യത്തിൽ ആ കൊലപാതകം നടക്കുന്നത്. ഗോമൂത്രം കുടിച്ചാൽ അത് ചെമ്പിന്റെ അംശം. ചെമ്പ് വയറ്റിലെത്തിയാൽ അത് സ്വർണ്ണമായി മാറും. ഇനിയിപ്പൊ നമ്മളെ ഇവരൊന്ന് കുട്ടികളെ കെട്ടിച്ചാൽ ഒരു പശുവിന്റെ മൂത്രം കുടിച്ചിട്ട് ഒരു മൂത്രം വെച്ചാൽ മതി, എന്നാ പിന്നെ സ്വർണ്ണം. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് രാജ്യം കൂടുതൽ കൂടുതൽ എവിടേക്ക് പോവുകയാണ്? അന്ധവിശ്വാസത്തിലേക്ക് പോവുക. ഞാൻ അതിലേക്ക് കടക്കണില്ല. നമ്മൾ സാധാരണ വേണ്ടൊരു പദമൊന്നും പറയേണ്ട സംഗതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തണം. ഒരു പശുവിന്റെ പാല് കണ്ടുകൾ നമ്പൂരിക്കും, നായർക്കും, സാധുവിനും, മുതലാളിക്കും, ആണിനും പെണ്ണിനും എല്ലാവർക്കും പറ്റിയതാണ് പശുവിന്റെ പാല്. അങ്ങനെ ആയിരിക്കണം. അറബികളെടുത്ത് പൈസ കിട്ടിയപ്പോ അങ്ങനെയാണ് എല്ലാവർക്കും. നമ്മളൊക്കെ ഇതുവരെയാണ് കൊണ്ടുവന്നിരുന്നത്. ഇപ്പൊ നമ്മൾ 20 കൊല്ലം അവിടെ നിന്നപ്പോ അറബിയൊക്കെ തോന്നി, ഈ ചങ്ങായി എത്ര കൊല്ലായി ഇവിടെ നിൽക്കണം, ഓനോന്റെ കുട്ടികളെയും മക്കളൊക്കെ ഒന്ന് കണ്ടു മറന്നോട്ടെ എന്ന് കരുതിയിട്ട് തൽക്കാലം ഞങ്ങളുടെ നാട്ടിലേക്ക് പോരാൻ പറഞ്ഞതാ. അത് നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ട് പറഞ്ഞതല്ല, ആണോ? 10-25 കൊല്ലായി അതിലങ്ങനെ തിരിഞ്ഞളിച്ചെണ്ണ അവനാന്റെ കുട്ടികളെയും മക്കളൊക്കെ ഒന്ന് പോയി കണ്ടോട്ടെ. ഇപ്പൊ ഇവിടെ വന്ന് പീഡിയക്കൊലയും അങ്ങനെ കുത്തുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ ഉണ്ടാവും നന്ദില്ലാത്ത വർത്താനം പറഞ്ഞ അറബികളെ പറ്റി. അറബികളെയും ആ രാജ്യത്തിനൊക്കെ നന്ദില്ലാത്ത വർത്താനം പറഞ്ഞ അറബികളുടെ കൃപയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇതിനിടയ്ക്ക് ഉസ്ബെക്കിസ്ഥാനിൽ പോയി താഷ്കന്റ് വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് അവിടെ ആ വിമാനത്താവളത്തിലാണ് ഇറങ്ങുന്നതോടുകൂടെ ആ താഷ്കന്റ് വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മുതലുണ്ടോ ആ മുതൽ മുഴുവൻ, എത്ര പൈസ ഉണ്ട്, എത്ര സാധനം ഉണ്ട്, അതൊക്കെ എയർപോർട്ടിൽ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഓരോന്നും എഴുതി കാണാക്കണം. 2000 നോട്ട് എത്ര ഉണ്ട്, 1000 നോട്ട് എത്ര ഉണ്ട്, ഡോളർ എത്ര ഉണ്ട്, ഒക്കെ. അവളെ 8 ദിവസം നിന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോ ആ പൈസ ചെലവ് കഴിച്ച് ബാക്കിയല്ലാതെ ഒരു ഉറുപ്പ ഏറെ കൊണ്ടുവരാൻ ആ നാട്ടിന് സമ്മതിക്കൂല. യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും അവിടുത്തെ പൈസ കൊണ്ടുവരാൻ സമ്മതിക്കൂല. അവിടെ ടൂറിസ്റ്റുകളൊക്കെ പറഞ്ഞേക്കുന്നതിന് അവിടെ പൈസ ചെലവാണ്, അവിടെ ഉണ്ടാക്കുക, അവിടെ ചെലവാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര പൈസയാണ് ഒരു ദിവസം കേട്ട് വരുന്നത്? ബാങ്കിൽ കൂടെ വരുന്നതിന്റെ പുറമെ മോങ്കം ബൈക്ക് എത്ര വരുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയില്ല.
എന്നിട്ട് അറബികൾ ആ പൈസ അവിടെ കിട്ടി വെക്കുമ്പോ അതുകൊണ്ടല്ലേ റഹ്മത്തുണ്ടായത്. ഇപ്പോ പണ്ട് അറബ് രാജ്യത്ത് പ്രഖ്യാപിച്ചത് അതിന്റെ ശേഷം പിന്നെ ശരിയായി നിതാക്കാത്താണ് പ്രഖ്യാപിച്ച ശേഷം പിന്നെ 10 ഏക്കർ ഭൂമിന്റെ കച്ചവടം നടന്നു. അതാണ് പ്രഖ്യാപിക്കുന്നത് വരെ ഒരു കച്ചവടം അഡ്വാൻസ് കൊടുത്ത് ആ വളവ് കഴിയുമ്പോഴത്തിന് വേറൊരു കച്ചവടം നടന്നു. ആ വളവെന്നാണ് കഴിയുമ്പോഴത്തിന് മറ്റേ കച്ചവടം നടന്നു. അങ്ങനെയാണ് കച്ചവടം. ഇപ്പൊ എവിടെ പോയി? പടച്ചോനെ, കച്ചവടത്തിൽ ചിലരൊക്കെ സമ്പാദിച്ചു, ചിലരൊക്കെ വലിയ വലിയ ഭൂമി വാങ്ങിയിട്ടിട്ട് പല മുതലാളിമാരും പൈസ സ്വത്തായിട്ട് കിടക്കാണ്. പണം അള്ളാഹു ഒരു കരകയറ്റത്തെ കുറച്ച് നമ്മൾ നേരെ കളിച്ചു ചെയ്തു. എല്ലാരും കച്ചവടക്കാര് ആ ഗൾഫിന്റെ പൈസ നിന്നപ്പോ നിന്നല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഗൾഫ് രാജ്യത്തെ റഹ്മത്തിന്റെ പണം ഇവിടെ ഇങ്ങനെ കിട്ടിയപ്പോൾ എല്ലാവരുടെ കയ്യിലുമായി, എല്ലാ പെരിയരുമായി റഹ്മത്ത് കിട്ടി. എന്നാൽ ഇത് എന്നും നിലനിൽക്കുമെന്ന് കരുതിയോ? എല്ലാ കാലത്തും ഒരേപോലെ നിലനിൽക്കുമെന്ന് കരുതിയോ? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ സന്തോഷം അല്ലാഹു തന്നതാണ്. കുറച്ച് സമയത്തൊരു പ്രയാസം വന്നാൽ അതും അല്ലാഹു തന്നതാണ്. റബ്ബിനെ അബ്ബായി അംഗീകരിച്ചുകൊണ്ട് സന്തോഷം അല്ലാഹുവിന്റെ ഭാഗത്താണ്, ദുഃഖം അല്ലാഹുവിന്റെ ഭാഗത്താണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗമായി. ആളുകളൊക്കെ കൂടെ അയ്യൂബ് നബിയോട് പറഞ്ഞു, അയ്യൂബ് നബിയെ നിങ്ങൾക്ക് അല്ലാഹുവിനോട് ദ്വാർന്നൂടെ? അപ്പൊ അയ്യൂബ് നബി പറഞ്ഞ എന്താ? ആരോഗ്യത്തോട് കൂടെ ഞാൻ എത്ര കൊല്ലം ജീവിച്ചോ അത്ര കൊല്ലം രോഗം ആകട്ടെ, എന്നിട്ടേ അല്ലാഹുവിനോട് ചോദിക്കുന്നുള്ളൂ. അതുപോലെ ഈമാന്റെ ശക്തിയാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ, മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. ആ സമയത്ത് റബ്ബേ, നമ്മൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കണം. എല്ലാ കോലാഹലങ്ങളും നടന്നാലും എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കുകയില്ല. അതിൽ നമ്മൾ ഉറച്ചു നിന്നാൽ റബ്ബിന്റെ സഹായമാണ്. ഫഖുൽ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. കണ്ട നിങ്ങൾ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കടത്തിയിട്ട് റസൂലുള്ളാഹിയും സിദ്ദീഖ് തങ്ങളും പോയല്ലോ. സമുദ്രനിരപ്പിൽ നിന്ന് 1700 അടി ഉയരത്തിലാണ് സൗർ മല. വാറ സൗർ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ സൗർ മലയിൽ റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുക, സിദ്ദീഖ് തങ്ങളെ മടിയിൽ തലവെച്ചിട്ടിരിക്കുക, കിടക്കുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലയെടുക്കുന്നവർക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു. അന്ന് 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 100 കപ്പലോ അല്ലെങ്കിൽ 100 വിമാനോ അതിന് സമാനമാണ്. നബി തങ്ങളെ തലയെടുത്തിട്ട് ശത്രുവിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താൽ 100 ഒട്ടകം കിട്ടും, 100 വിമാനി. അതാണ് അന്നത്തെ കപ്പൽ ഒട്ടകം. അതിനെ മോഹിച്ചിട്ട് ശത്രുക്കൾ നബി തങ്ങളെ തെരഞ്ഞു വന്നു. ആ തെരഞ്ഞു വന്നിരിക്കുന്ന ആളുകൾ അവരിങ്ങനെ സിദ്ദീഖ് തങ്ങൾ താഴെ ഇരുന്നിട്ട് റസൂലുള്ളാഹിന്റെ സിദ്ദീഖ് തങ്ങൾ ഇരിക്കുമ്പോ ഒന്ന് മേപ്പോട്ട് ഇങ്ങനെ നോക്കുമ്പോണ്ട് മേലെ ഇവരെ തെരഞ്ഞു വന്ന ആൾക്കാർ ഈ ഗുഹന്റെ മേലെ കൂടെ ഇങ്ങനെ നടക്കണം. ആ ഗുഹന്റെ മേലെ കൂടെ ഇങ്ങനെ നടക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ മേലെ നോക്കുമ്പോ മേലെ വന്ന് നിൽക്കുന്ന ചെങ്ങായിന്റെ കാലിന്റെ അടിയത്തെ വെളുപ്പ് ഇങ്ങനെ സിദ്ദീഖ് തങ്ങൾ കണ്ടു. അപ്പൊ സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിനെ കൈകൊണ്ട് ഇങ്ങനെ തോണ്ടിയിട്ട്, നബിയേ യാ റസൂലല്ലാഹ്, എന്താണ് ആ കാണുന്നത്? നബിയെ, നമ്മളെ നോക്കി വന്ന ശത്രുവിന്റെ കാലാണ് കാണുന്നത്. അവനെങ്ങാനും താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണൂലേ നബിയേ എന്ന് സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു. ആ സമയത്ത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഈ ഗുഹയിൽ നമ്മൾ 2 പേരും മാത്രമാണോ? അല്ലാഹു നമ്മുടെ കൂടെ ഇല്ലേ? ബേജാറ് വേണ്ട സിദ്ദീഖേ. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. നബി തങ്ങൾ അങ്ങനെ ചൊല്ലി, സിദ്ദീഖ് തങ്ങൾ അങ്ങനെ ചൊല്ലി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെയ്യേണ്ടത് ചെയ്യണം, പറയേണ്ടത് പറയണം, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കണം, പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം. എന്നിട്ട് അല്ലാഹുവോട് തവക്കുൽ ചെയ്യാം. നാം ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരവരെ കഴിവിൽപ്പെട്ടത് ചെയ്യാൻ തയ്യാറാവണ്ടേ? ആരംഭ റസൂലുള്ളാഹി നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഗുഹയിലേക്കാണ് പോയപ്പോ, ആ ഗുഹയിലേക്ക് അങ്ങോട്ട് പോയപ്പോ നിങ്ങൾ കണ്ടില്ലേ, ആ ഗുഹയുടെ മുഖത്ത് വന്നു നിന്നു 2 പ്രാക്കൾ. സുബ്ഹാനല്ലാഹ്.
ഇത് മുന്നിലുള്ളവർക്ക് മാത്രമുള്ള മക്കളെ എന്നാ പിന്നെ ബാക്കിൽ നിന്ന് കൊടുത്തുകൂടുന്നില്ല. ഇനി ഏതായാലും മുന്നിലേക്ക് വന്നില്ല. ബാക്കിൽ നിന്ന് കൊടുത്താലേ നമ്മൾ യാസീൻ ഓതിക്കണോ ഞങ്ങൾക്ക് വിട്ടു. ഇത് നമ്മളിങ്ങനെ നോക്കണം. എല്ലാവരും എഴുത്തെത്തുമ്പോ തീർന്നാലും നോമ്പ് എന്നെ വരെ പിന്നെ നോക്കണം. അപ്പോ ഇരിക്കട്ടെ, നിങ്ങളേതായാലും വാങ്ങി കുടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് അല്ലാഹു തആല ഖൈർ തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഗുഹയിലാണ് കയറിയത്. സിദ്ദീഖ് തങ്ങൾ ആദ്യം കയറി. ആ സംഭവം നിങ്ങൾക്ക് അറിയാം. നബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹയിലാണ് കയറിയോടുമ്പോൾ രണ്ട് പ്രാക്കൾ പറന്നു വന്നു. രണ്ട് പ്രാവ് എവിടെ നിന്നോ പറന്നു വന്നിട്ട് ആ ഗുഹന്റെ മുഖത്ത് ഇങ്ങനെ والصدق في الغار والصديق لم يرما وهم يقولون ما في الغار من أرمي ظنوا الحمام وظنوا العنكبوت على خير الخلائق لم تنسج ولم تحمي مولاي. ഞാൻ വിചാരിച്ച ഞങ്ങളൊക്കെ ഈശല് മാറി നോക്കുമ്പോൾ ചെല്ലാൻ കിട്ടൂലേക്ക്. ഈശല് നല്ലതാണ്, പുതിയ പുതിയ ഈശലിലൊക്കെ ചെല്ലല് നല്ലതാണ്. എല്ലാ ഈശലും ചെല്ലലിന് കുഴപ്പമില്ല, ചെല്ലണം എന്ന് മാത്രം. മൗലിദും ദിക്റും ഖുർആനും ഒക്കെ ഓതണം, അല്ലെങ്കിൽ പാത്താത്താക്ക് മരുന്ന് വാങ്ങിക്കൊടുത്താൽ മതിയാണ്. മരുന്ന് അങ്ങനെ വാങ്ങിക്കൊടുക്കും ചേർക്കാൻ സോക്കോടോട്ട് മാറും. അപ്പൊ എന്താ സംഗതി? മരുന്ന് ജനൽമ ഇങ്ങനെ വെച്ചേക്കാണ് കുടിച്ചല്. ആണുങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വേറെ വാങ്ങും, പിറ്റേന്ന് സുഖമില്ലാച്ച മറ്റേ ഡോക്ടറെ അടുത്ത് പോയി വേറെ മരുന്ന് വാങ്ങും, പിന്നെ പോയിട്ട് ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയിട്ട് അത് വാങ്ങും. പിന്നെ നോക്കുമ്പോൾ നിങ്ങൾ ഒക്കെ വാങ്ങി ജനൽമ ഇങ്ങനെ വെച്ചിട്ട് കുടിച്ചലില്ല. എന്ന മാതിരി മുസാബി നമ്മളെ പേരിലുണ്ട്, ഓതലില്ല. 313 ഏടുണ്ട്, അതുകൊണ്ട് ചെല്ലലുമില്ല. സലാത്തൊക്കെ അതുകൊണ്ട് മറച്ചു വെക്കലുമില്ല. അതുകൊണ്ട് നമുക്ക് വല്ല ഡോക്ടർ പറഞ്ഞേക്കണേ ഇത് ഒരു നേരം 2 നേരം ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണത്തിന് ശേഷം നിനക്ക് പറഞ്ഞ മാതിരി കുടിച്ചണ്ടേ, അപ്പോഴല്ലേ സുഖത്തോട് മാറുള്ളൂ. ഇനി മോനാരെ വേദ കേട്ടാട് ഒരു ദിവസമാണ് ചേച്ചി വെളുത്തൊക്കെ മരുന്ന് കൊടുത്താൽ മതി. ധർമാസത്തിന് മരുന്ന് കൊടുത്ത് കെട്ടിയത്തിന് അപ്പൊ തന്നെ കുപ്പിന്റെ കാർക്കെടുത്താണ് വലിച്ചാണ് കുടിച്ച് കുടിക്കൊണ്ടുപോകാൻ പാർത്തിരുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും കൂടിക്കാട് കുറച്ചാൾ വലിച്ചു കുടിച്ചതുകൊണ്ടാകും. നമ്മളെ വീട്ടില് ഖുർആനുണ്ട്, അതെടുത്ത് ഓതണ്ടേ? നമ്മളെ ആളമസ്വലാത്തിന്റെ അത് ചൊല്ലണ്ടേ? നമ്മളെ കൽജുലാർഷിന്റെ അത് ചൊല്ലണ്ടേ? നമ്മളെ ഹിസ്ബുൻ നസ്റിന്റെ അത് ചൊല്ലണ്ടേ? നമ്മളെ തസ്മാഉൽ ഹുസ്നന്റെ ചൊല്ലണ്ടേ? നമ്മളെ ഹിസ്ബുൽ ബഹർ ഹിസ്ബുൻ നഹർ ഒക്കെ ഉണ്ട്. എല്ലാ സാധനവും. പക്ഷെ ചെല്ലി നോക്കലില്ല. പിന്നെ എങ്ങനെ നമുക്ക് ഗുണം കിട്ടാ? മരുന്ന് വാങ്ങിയിട്ട് ജനൽമേൽ വെച്ചാൽ വല്യമാര് തൊക്കട് മാറുമോ? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ ഗുഹയിലേക്കാണ് കടന്നപ്പോ അള്ളാന്റെ കാവലിനെ പറ്റി മുഅ്മിനീങ്ങൾ ബോധവാന്മാരാകണം. ഇന്ത്യ രാജ്യത്ത് ഈ കേരള മണ്ണിൽ ജനിച്ചിരിക്കുന്ന ഒരു മുസ്ലിമും ഇവിടെ നിന്ന് ഒരടി മുന്നോട്ടാണ് പോകൂല, ഇവിടെ തന്നെ താമസിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളാണ് പോയിട്ട് ഈ പേര കയ്യിലാക്കാൻ വിചാരിച്ച് പൂതി വെച്ച് നിൽക്കണമല്ലോ. അവർക്ക് ഈസ്റ്റ് വെസ്റ്റ് നടക്കാൻ താമസിക്കാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെ കാണിച്ചു കൊടുക്കാണ്. ഇവരൊക്കെയാണ് പോയാൽ ഈ പേര അനക്കാണ്, ഇവരാണ് പോയാൽ ഈ പേര അനക്കാണ്. അങ്ങനെയാണ് ഈ താഴ്ന്ന ആൾക്കാരെന്താക്കുന്നത്, ഇവര് പീഡിപ്പിക്കുന്നത്. നമ്മൾ ജനിച്ച മണ്ണാണ്, ഞമ്മക്ക് മരിക്കാനുള്ളത് പോലെയാണ്, നമ്മളെ മക്കൾക്ക് അനന്തരാവകാശം എടുക്കാനുള്ളതും തന്നെയാണ്. പക്ഷെ എന്ത് വേണം? നമ്മൾ അള്ളാന്റെ ആൾക്കാരാണ്, നമ്മൾ അള്ളാന്റെ ആൾക്കാരാണ്. ഈ കണ്ട വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് സുബൈക്ക് 10 ആള് പള്ളിക്കല് അധികം നിൽക്കാൻ പറ്റുള്ളൂ. അതന്നെ ഏതെങ്കിലും പള്ളിക്കല് 10 ആള് സുബൈക്ക് അധികം നിൽക്കാണ്ടായാലോ? ഇല്ല. ഞമ്മക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടപ്പോ ഇതുവരെ നമ്മൾ തമ്മിൽ അത് തർക്കത്തിന് ഒരു പരിഹാരമായിട്ടില്ല. നമ്മളിപ്പോഴും എവിടെ നിൽക്കണത്? പണ്ട് തൗബക്ക് പോയി 2 ചങ്ങായി. ഈ 25 പണ്ട് തൗബ ഉണ്ടായി. നോരുമ്പോ 2 വേദ തുടങ്ങിയാൽ 27 തൗബ ചെല്ലിക്കാനാണ് അവസാനിക്കൽ പഴയ കാലത്ത്. അപ്പൊ 2 ചങ്ങായികൾ തൗബക്ക് ഇങ്ങനെ പോകാണ്, കുഞ്ഞാലിനും. അപ്പണ്ട് നല്ല ചൂട് കാലത്ത് ഇങ്ങനെ തൗബക്ക് പോകുമ്പോ ഇളനീരുടെ കൊല ഇങ്ങനെ തൂങ്ങി നിൽക്കണ കയ്യത്തിന് തെങ്ങുംവരി പടച്ചോനെ. അപ്പൊ നോക്കുമ്പോ നമ്മളെ പോക്കരാജിന്റെ തെങ്ങും തോട്ടാണ്. ആ പൊരുത്തം പറഞ്ഞു മറ്റോനോട്, ഇള ഒരാൾ തൗബയും ചെല്ലൊക്കെ എപ്പോഴാ കഴിക്കാന്നറിയില്ല. ഞമ്മക്ക് ഏതായാലും ആചാര തെങ്ങുമെന്ന് ഒരു ഇളന്നിട്ട് കുച്ചിങ്ങാണ്ട് പോവുക.
അപ്പൊ മറ്റോ പറഞ്ഞു എന്ത് സുഖട ചങ്ങായി, തൗബക്ക് പോകുമ്പോൾ ആരാന്റെ അമ്മയും കുറിച്ച് പോകരുത്, എനിക്ക് തീരന്തല്ലേ എന്നാ വരുമ്പോ കുറിച്ച് അവിടെ പോട്ടെ. തോപ കഴിഞ്ഞ് പോരുമ്പോ കക്കാള ഇളനെയും കണ്ടുവെച്ചാണ് തോപക്ക് പോണത്. പിന്നെ അവളെങ്ങനെ കുത്തന്നെയാണ്ട് യാറപ്പല്ല ആരമീൻ പറഞ്ഞോണ്ട് എല്ലാരും ആരമീൻ എന്ന് പറയുമ്പോ യാറപ്പല്ല. അതുകൊണ്ട് വല്ല കാര്യം ഞാൻ നല്ലപോലെ എന്റെ മുഅ്മിനീങ്ങൾ ഉണരണം. നമ്മളെ കൽബൊന്ന് തട്ടിയിട്ട് അല്ലാഹുവിലേക്ക് എത്തണ്ടേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബാബരി മസ്ജിദ് പൊളിച്ചു, അതിന്റെ പേരിൽ വലിയ കുരുമാലായി. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ 3-ാമത്തെ ദിവസം ഭയങ്കര പ്രതിഷേധം. ചെറുപ്പക്കാർക്ക് കൂടി പ്രതിഷേധത്തിന് വേണ്ടി ഇങ്ങനെ കൂടി 5 മണിക്ക് വരൽ തുടങ്ങിയവർ ഒരാൾ വന്ന്, 2 ആൾ വന്ന്, 4 ആൾ വന്ന്, കൊടി കെട്ടി, ബാനർ കെട്ടി, എല്ലാം കൂടി ഒരുങ്ങി പുറപ്പെട്ടു. ആയപ്പോഴേക്ക് മഗ്‌രിബിന്റെ വാങ്ങ് കൊടുക്കാൻ 5 മിനിറ്റ്. അപ്പൊ ഒരു ജാഥ ഇങ്ങനെ പുറപ്പെടുക. അപ്പൊ 4 കാരണന്മാര് പറഞ്ഞു, കുട്ടികളെ ഇനി 5 മിനിറ്റോളം വാങ്ങ് കൊടുക്കാൻ, ഇനി നിസ്കരിച്ചിട്ട് തുടങ്ങാം. കുട്ടിയൊക്കെ തീരെ പള്ളിയാണ് ആ പൂച്ചക്കണം, ഇനി നിസ്കരിച്ചിട്ടിരിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാരം പറഞ്ഞാൽ മതി. നിങ്ങൾ തോലെ വർത്താനുണ്ട് കണ്ട മഗ്‌രിബിൽ ഖളാക്കിയിട്ടാണ് പള്ളി സംരക്ഷിക്കുന്ന പ്രകടനം പോണം. ഈ രൂപത്തിൽ പടച്ചോൻ നമ്മളെ കാക്കാന്ന് ഏറ്റു. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാവലി നമ്മളാരും വിചാരിച്ച മാതിരിയാവൂല. അല്ലാഹുവിന്റെ അടുത്ത് ജുനൂദല്ലം തറവ, നിങ്ങൾ കാണാത്ത പട്ടാളക്കാർ അല്ലാഹുവിന്റെ അടുത്തുണ്ട്. നിങ്ങൾ കാണാത്ത പട്ടാളം അല്ലാഹുവിന്റെ അടുത്തുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ചൈനയിൽ നിന്ന് പുറപ്പെട്ട ഒരു രോഗമാണ്, കൊറോണ രോഗം. ചൈനയിൽ ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. ചൈനക്കാരുടെ കണ്ടുപിടുത്തം നമ്മുടെ നാട്ടുകാർക്കും എല്ലാ ലോകത്തിനും വലിയ സന്തോഷമാണ്. അവിടെ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട്. ആ രാജ്യത്തിന് രോഗം അല്ലാഹു ശിഫാക്കി കൊടുക്കണം. അതിൽ നമുക്ക് യാതൊരു തർക്കമല്ല. പക്ഷേ മുസ്ലിം പെൺകുട്ടികൾ മുഖം മറച്ചിട്ട് നടക്കുമ്പോൾ അത് പർദ്ദ ധരിക്കാൻ പാടില്ല എന്നാണ്. അള്ളാന്റെ പട്ടാളം ഇറങ്ങി നോക്കുമ്പോ ആണും പെണ്ണും പർദ്ദയും അതിന്റെ അപ്പുറത്തും മുഖം മറച്ചിട്ടും മതിയാകണില്ല. മറക്കാത്ത വല്ലതും ഉണ്ട്? ഡോക്ടറും എഞ്ചിനീയറും അല്ലാത്തവനും വിമാനത്തിൽക്കാരനും വൈമാനികനും ഒക്കെ എല്ലാരും അല്ലാഹു തആല രോഗാണുക്കളെ ഇല്ലാതാക്കി ലോകത്തിന് മുഴുവൻ രക്ഷ തരട്ടെ. ഞാൻ അതിന് നമ്മൾ ദ്വാരക്കണമെല്ലാവരും. ചൈന ഇല്ലാതെയായാൽ ഒരുപാട് സാധനം കിട്ടാതെ. ചൈനയിൽ അപകടം പറ്റിയ എത്രയോ മുസ്ലിമീങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും ഒക്കെ അപകടം പറ്റും. അല്ലാഹു എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. അതിലിപ്പോ നമുക്ക് തർക്കമുള്ള സംഗതിയല്ല. പിന്നെ ചൈനയിൽ എന്താ, കാനുള്ള സാധനമൊന്നും ചൈനയിലുണ്ടാവില്ല. ചൈനയിലെ സാധനമൊക്കെ ഒരു കൈയോടെ എടുക്കാൻ കിട്ടുന്നതാണ്. അതെന്താ സംഗതി? ചൈനയിൽ സന്താന നിയന്ത്രണം നല്ലോണമുള്ള രാജ്യം. കുട്ടികളെ നിയന്ത്രിച്ചിട്ട് അവിടെ യുവാക്കളില്ല, വയസ്സന്മാര് കുട്ടികളില്ലേ, യുവാക്കളില്ല. അതുകൊണ്ട് ഒരു കനുള്ള സാധനം അവിടെ ഉണ്ടാക്കൂല. കാരണം 4 ചെറുപ്പക്കാർ കൂടി പിടിച്ചാൻ പറ്റുമല്ലോ, വേണ്ട, അതില്ലല്ലോ. ഒക്കെ ഏതാണ്, ഒക്കെ ഇങ്ങനെ കൈകൊണ്ട് എടുക്കാൻ പറ്റിയത് ഉണ്ടാവും. പണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ ഒരു ചൈനക്കാരനെ കൊണ്ട് കെട്ടിച്ച കഥ കേട്ട്. നിങ്ങൾ കേട്ടില്ല? ഒരു ചൈനക്കാരൻ ചങ്ങായി പുരാപ്പിളായിട്ട് വന്നിട്ട് ഇവിടുന്ന് ഒരു പെണ്ണിനെ കെട്ടിച്ച് നമ്മളെ നാട്ടിൽ. ഒരു 2 ആളും ഭാര്യ ഭർത്താക്കളായി ജീവിച്ചപ്പോ പെണ്ണിന് ഗർഭമായി. പ്രസവിച്ചതിന്റെ 3-ാമത്തെ ദിവസം കുട്ടി മരിച്ചു. മരിച്ചു നോക്കുമ്പോ ഈ പെണ്ണ് നിരോധിച്ചു തന്നെ, എനിക്കിത് ആദ്യം അറിയാ, എനിക്കിത് ആദ്യം അറിയാ, എനിക്കിത് ആദ്യം അറിയാ, ഇതും പറഞ്ഞാണ് പെണ്ണ് നിരോധിച്ചത്. അപ്പൊ കുടുംബക്കാരൊക്കെ ചോദിച്ചു, എന്താ എനിക്ക് ആദ്യം അറിയാന്ന് ചോദിച്ചു. ഇത് ചൈനന്റെ സാധനല്ലേ, എത്രയല്ലേ ഗ്യാരണ്ടി ഉണ്ടാവുള്ളൂ. ഞാൻ ബുഖാരിയിലുണ്ടോ ഞാൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കാനുള്ളപ്പോ ഒരു മാമാന്റെ ഹദീസ് പറഞ്ഞു, ഇതൊന്ന് വേഗം കൊടുത്തങ്ങാണ്ട് പോകുള്ളൂ. ആയിക്കോട്ടെ, ഞാനിപ്പോ എന്റെ ആദായത്തിലൊന്ന് കുറിച്ച് തന്നെയാണ്. ഈ കുട്ടിയൊക്കെ കൊടുത്തു. നിങ്ങളോട് ഞാൻ അപ്പൊ പറഞ്ഞു, ബാക്ക് പോയിരുന്നോ ഇന്ന് ആദ്യം കിട്ടുന്നത്. കുടിച്ച ക്ലാസ് ഒക്കെ അവിടെ വെച്ചോളി. ഈ കൊടുത്ത ആൾക്കാരുണ്ട്, ആ ക്ലാസ് തിരിച്ചു വാങ്ങണം.
അല്ലെങ്കിൽ വേറെ ആളെ വാങ്ങാൻ. നമുക്കൊരു സാധനം കുറിച്ച് അപ്പ വലിച്ചെറിഞ്ഞു അത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പാടില്ല. അങ്ങനെ നമ്മൾ എറിഞ്ഞതും ഉപേക്ഷിച്ചതുമായ സാധനങ്ങളെ കൊണ്ടൊക്കെയാണ് നാട്ടിൽ വലിയ ആപത്തുണ്ടാവും. പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കുന്നത് വെറുതെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ അങ്ങനെ കുടിച്ച ഗ്ലാസ് അവിടെ കഴിഞ്ഞ ചോളി ഒരു വാങ്ങാൻ വരും കേട്ടോ. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും ആ ഗുഹയിലേക്കാണ് കയറിയപ്പോൾ കാവലിൽ നിന്നതാരാ? രണ്ട് പക്ഷികളാണ്. ഓക്കെ, നിങ്ങൾ രണ്ട് മാടപ്രാക്കൾ എവിടെ നിന്നോ പറന്നു വന്നു. ആ പറന്നു വന്ന പക്ഷികൾ ഇന്നും അതിന്റെ അനന്തരാവകാശികളെ മക്കത്ത് പോയാൽ കാണാം. മക്കത്തും മദീനത്തും പോയാൽ മനുഷ്യന്മാരെ കഴിച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ കാണലായിരുന്നു പ്രാവിനാണ് കാണുക. എങ്ങനെയാ പ്രാവിനെ കാണുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ല പ്രാവിനെ? ആ പ്രാവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണി. ആ പ്രാക്കൾ എങ്ങനെയാണ്? ഏതാ പ്രാവിനെ കാണാൻ? ഒന്ന് വലഭാഗത്ത് നോക്കും, ഇടഭാഗത്ത് നോക്കും, ഇങ്ങനെ ഉണ്ടാവും. എന്താ കാരണം? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ഗുഹാമുഖത്ത് രണ്ട് മാടപ്രാക്കൾ വന്ന് കാവലിരുന്നു. ആ രണ്ട് പ്രാക്കൾ തീരുമാനിച്ചു നമുക്ക് മുത്തനബിക്ക് കാവൽ നിൽക്കാം. ആ കാവൽ നിൽക്കുന്ന പ്രാക്കൾ ഒന്നിങ്ങോട്ട് നോക്കും, ഇവിടുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? ഒന്നിങ്ങോട്ട് നോക്കും, ഇവിടുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? അപ്പോൾ ഉള്ളിൽ നോക്കും റസൂലുള്ളാഹിക്ക് വല്ല ക്ഷീണം വരുന്നുണ്ടോ? അങ്ങനെയാണ് ആ മാടപ്രാക്കൾ 3 രാത്രിയും 3 പകലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാവലിരുന്നുകൊണ്ട് വന്നുൽ ഹമാമ വവന്നുൽ അൻകബൂത അല ഖൈറിൽ ഖലായിഖ ലം തുൻസജ് വലം തഹമി. അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന ഗുഹാമുഖത്ത് രണ്ട് മാടപ്രാക്കൾ വന്നിട്ട് ആ രണ്ട് പ്രാക്കൾ 3 രാത്രിയും 3 പകലും ആ രണ്ട് പ്രാക്കളും ഒരു കണ്ണ് ചിമ്മിയിട്ടില്ല. അവര് വെള്ളം കുടിച്ചിട്ടില്ല, അവര് ഭക്ഷണം കഴിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന് കാവലായിട്ട് രണ്ട് പ്രാക്കളും ഒരേ ഇരിപ്പിരുന്നു. അവര് പറന്ന് വന്നിട്ട് കാല് കുത്തിയിട്ട് അവിടെ നിന്നതാണ്. അതേ നിപ്പ് ഒരു പട്ടാളക്കാരൻ അങ്ങനെ നിൽക്കാൻ കഴിയില്ല, ഒരു കരസേനാ മേധാവിക്കും അങ്ങനെ നിൽക്കാൻ കഴിയില്ല, ഒരു നാവികസേനക്കാരനും അങ്ങനെ നിൽക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പക്ഷി പറന്ന് വന്നിട്ട് കാല് കുത്തി അവിടെ നിന്നിട്ട് ഒരൊറ്റ നിപ്പ്, പിന്നെ കാലനക്കിയിട്ടില്ല. ആ രണ്ട് പക്ഷികളും 3 രാത്രിയും 3 പകലും വെള്ളം കുടിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല, അവര് ഉറങ്ങിയില്ല. അല്ലാഹുവിന്റെ റസൂലിന് കാവലിരുന്നു. ആ ഗുഹയുടെ ചുറ്റുഭാഗത്തുള്ള ശത്രുക്കൾ ഇങ്ങനെ വന്നു. ശത്രുക്കൾ വരുമ്പോൾ രണ്ട് പ്രാക്കൾ അവിടെ ഇങ്ങനെ അടയിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോ ആൾക്കാർ പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ ആളുണ്ടെങ്കിൽ ഇവിടെ ഈ പ്രാക്കൾ ഉണ്ടാകൂല. ആളുകൾ തിരിച്ചുപോയി. അപ്പോഴാണ് ഒരു ചിരന്തി വന്നിട്ട് ഇങ്ങനെ വല കെട്ടുന്നത്. ആ ചിരന്തി വല ഇങ്ങനെ കണ്ടിട്ട് ആൾക്കാർ ഉറപ്പിച്ചു എന്തായാലും വല ഉണ്ടാവൂല. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ചിരന്തിയുടെ വല കൊണ്ടും രണ്ട് മാടപ്രാക്കളെ കൊണ്ടും അല്ലാഹുവിന്റെ റസൂലിനും സിദ്ദീഖ് തങ്ങൾക്കും കാവൽ നിർത്തിയവനാണ് അല്ലാഹ്. റബീനാ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബായി അംഗീകരിച്ചോ. ഒരു മോദിയും ഒരു ഷായും ആര് വന്നിട്ടും കാര്യമില്ല. നമ്മൾ മുസൽമാനാണോ? റബ്ബിന്റെ കാവൽ നമുക്ക് കിട്ടാതിരിക്കൂല. പക്ഷേ നമ്മൾ ഇസ്ലാമിന്റെ ആളുകളാവണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ റബ്ബിനെ അംഗീകരിക്കുന്നവരാവണം. സുബഹി നിസ്കരിക്കാതെ കൂർക്കം വലിച്ചിട്ട് ഉറങ്ങുക, എന്നിട്ട് 8:30 മണിക്ക് നീച്ചിട്ട് ഇങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു നമ്മളെ കാവൽ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ആലിം മുസ്ലിയാരെ കുറിച്ച് പറയാത്തവരാരാ? ആലിം മുസ്ലിയാരെ കുറിച്ച് പറയാ ആരാണ് ആലിം മുസ്ലിയാർ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായിരിക്കുന്ന ആലിം മുസ്ലിയാർ മുത്തഖിയായ ഒരു പണ്ഡിതനാണ്, നല്ലൊരു മുദരിസാണ്, നല്ല തഖ്വയുള്ള മഹാനാണ്, ഒരൊറ്റ ദിവസവും തഹജ്ജുദ് നിസ്കാരം ഉപേക്ഷിക്കാത്ത മഹാനാണ്. ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ യുദ്ധം ചെയ്യേണ്ട സാഹചര്യം വന്നപ്പോൾ ബഹുമാനപ്പെട്ട ആലിം മുസ്ലിയാർ രാത്രി എഴുന്നേറ്റ് ഒന്നുകൊടുത്തിട്ട് സുജൂദിൽ കടന്നിട്ട് പടച്ച റബ്ബിനോട്, റബ്ബേ, ഈ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ എനിക്ക് തോന്നിപ്പിച്ചു തരണമെന്ന് ദിവസങ്ങളോളം സുജൂദിൽ കടന്ന് കരഞ്ഞിട്ടാണ് ആലിം മുസ്ലിയാർ സമരത്തിന് പോയത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആര് എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നാലും മുസ്ലിമീങ്ങളെ, നമ്മുടെ കാവൽക്കാരൻ റബ്ബാണ്. റബ്ബിന്റെ കാവൽ ലഭിക്കുന്നതിന് വേണ്ടി
നമ്മൾ ഈമാനുള്ള മുഅ്മിനീങ്ങൾ മുന്നോട്ട് വരണം. ഇപ്പൊ ഹിസ്ബുൻ നസ്റൊക്കെ ചെല്ലാൻ വേണ്ടിട്ട് എപി ഉസ്താദൊക്കെ പറഞ്ഞ് പല ആളുകളും ചൊല്ലുന്നുണ്ട്. ആ ഹിസ്ബുൻ നസ്റൊക്കെ ചെല്ലിട്ട് അതിന്റെ അവസാനത്തിലെത്തുന്ന ദുആ കാണാം. യാ മൻ നസറ ഇബ്രാഹിം അലാ അഅദാഹി യാ മൻ അജാബ ദഅവത സക്കരിയ യാ മൻ കശഫ ദുർറ അയ്യൂബ് യാ മൻ ഖബല തസ്ബീഹ യൂനുസ് ബിൻ മത്താ. എന്താണ് ആ ദുആയിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്? ബുദ്ധിമുട്ട് വരിക, പ്രയാസം വരിക, പരീക്ഷണം വരിക, അത് നമുക്ക് ഒരു കൂട്ടർക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും പരീക്ഷണം വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പരീക്ഷണം വന്നിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമിന് അതിശക്തമായ പരീക്ഷണം വന്നിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലു യൂനുസ് നബി അലൈഹി സ്വലാം ആഴക്കടലിൽ, ഇരുട്ട് കടലിൽ, മത്സ്യത്തിന്റെ വയറ്റിൽ. എന്താ വേണ്ടത്? യൂനുസ് നബി അലൈഹിസ്സലാം ആഴക്കടലിൽ അകപ്പെട്ടു. അവിടെ നിന്ന് ഇരുട്ട് കടലിലെത്തി. അവൾ മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി. അല്ലാഹു റബ്ബി, ആര് കാണാനാണ്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തആല പറയുന്നുണ്ട്, അജബൻ ലിദുആഇ അഖി യൂനുസ അവ്വലുഹു തസ്ബീഹുൻ വഅവസതുഹു തഹ്ലീലുൻ അവ്വലുഹു തഹ്ലീലുൻ വഅവസതുഹു തസ്ബീഹുൻ വആഖിറുഹു ഇഖ്റാറുൻ ബിദ്ദംബി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ സ്നേഹിതൻ യൂനുസ് നബിയുടെ ദുആ വല്ലാത്ത അത്ഭുതമുള്ള ദുആ ആണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അവ്വലുഹു തഹ്ലീലുൻ വഅവസതുഹു തസ്ബീഹുൻ ആഴക്കടലിൽ, ഇരുട്ട് കടലിൽ, മത്സ്യവയറ്റിൽ കുടുങ്ങിയ യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവോട് തസ്ബീഹ് ചൊല്ലി. അല്ലാഹുവോട് ദുആ. എന്താ ദുആ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ പതിഞ്ഞ് കിടക്കണ മത്സ്യം അത് മെല്ലെ ഇളകാൻ തുടങ്ങി. രണ്ടാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോൾ അത് സഞ്ചരിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോൾ അത് ഇരുട്ട് കടലിൽ നിന്ന് പുറത്തേക്ക് വന്നു. നാലാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോഴേക്കും ആഴക്കടൽ കഴിഞ്ഞു. അഞ്ചാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോൾ അല്ലാഹ് മത്സ്യത്തിന്റെ വേഗത കൂടി. ആറാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോൾ പുറം കടലിലെത്തി. ഏഴാമത്തെ പ്രാവശ്യം ചൊല്ലി തീരുമ്പോൾ കരയുടെ ഭാഗത്ത് വന്നിട്ട് ആ മത്സ്യം യൂനുസ് നബി ഒരൊറ്റ തുപ്പൽ കരയിലെത്തി. ആഴക്കടലിൽ, ഇരുട്ട് കടലിൽ കുടുങ്ങിയിട്ട് വീർപ്പുമുട്ടിയിരിക്കുന്ന യൂനുസ് നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്ന റബ്ബ് യാ മൻ ഖബല തസ്ബീഹ യൂനുസ് ബിൻ മത്താ. ആഴക്കടലിലും ഇരുട്ട് കടലിലും മത്സ്യവയറ്റിൽ കുടുങ്ങിയിരിക്കുന്ന യൂനുസ് നബിയെ ദുആ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് മുസ്ലിമീങ്ങളെ നിങ്ങളെ കയ്യിൽ ഓർമ്മയില്ലേ? ആളി കത്തിക്കൊടുക്കുന്ന അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ അഗ്നികുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്ന റബ്ബിനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? മുസ്ലിമീങ്ങളെ ഇന്ത്യ രാജ്യത്തിന് പറഞ്ഞേക്കാൻ എത്ര കൂട്ടർ മുമ്പ് വന്നോരൊക്കെ പോയി, നമ്മൾ വർത്തനുണ്ട്. പക്ഷെ എന്തേ നമ്മളെ വല്യന്മാരും വല്യപ്പാരും ഒക്കെ ഈമാനും പോലെ, നമ്മളെ വല്യന്മാരും വല്യപ്പാരൊക്കെ സുബൈ അക്കാലത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനമുള്ള മമ്പർത്തപ്പാപ്പ ജീവിക്കണ കാലം യമനിലെ ഹദറമൗത്ത് തെരീമിൽ നിന്നാണ് മമ്പർത്തപ്പാപ്പ വന്നത്. പാപ്പ മമ്പർത്ത് വന്ന് താമസിച്ചപ്പോ തെരീമിൽ നിന്ന് വന്ന തങ്ങളാണ്. അതുകൊണ്ട് തങ്ങൾ താമസിക്കുന്ന വീട് തെരീമിലെ വീട് എന്ന് പറഞ്ഞു. ആ തെരീമിലെ വീട് എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഉപയോഗിച്ചാണ് തറമ്മൽ വീട് എന്നായിരുന്നു. അത് അപ്പോഴും അവിടെ കാണാം, തറമ്മൽ വീട്. ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് അത് വാങ്ങിയിട്ട് അവിടെ പള്ളി സ്ഥാപിച്ചിട്ട് അവിടെ ദിവസക്കായി വലിയ ഉഷാറ് നടക്കുന്നുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ മമ്പർത്തപ്പാപ്പ അമ്പർത്ത് വന്ന് താമസിച്ചപ്പോൾ ആളുകളൊക്കെ മൂപ്പരപ്പൻ ഇങ്ങനെ കൂടി, ആളുകൾ കൂടി വന്ന് ഉപ്പാപ്പാന്റെ ഖാദിമ്യങ്ങളായിട്ട് 100-400 ആളുകളായി മാറി. ആരൊക്കെ? തിരൂരങ്ങാടി, ചമ്പാട്, കളിയാട്ടമുക്ക്, ചെറുമുക്ക്, കുണ്ടൂര്, കൊടിഞ്ഞി, ആ ഭാഗത്തുള്ള ആൾക്കാർ ചരിത്രത്തിൽ കാണാം. പഴയ കാലത്ത് രാത്രി ഒരു 12 മണി കഴിഞ്ഞ ശേഷം ആ ഗ്രാമങ്ങളിലൊക്കെ അന്നത്തെ ആ നാട്ടിൽ കൂടെ ഒക്കെ രാത്രി ഇങ്ങനെ ഊടുവഴികളിലും ഇടവഴികളിലും ഒക്കെ നടന്നാൽ രാത്രി 2 മണി കഴിഞ്ഞാൽ എല്ലാ വീട്ടിൽ നിന്നും
ഏങ്ങി ഏങ്ങി കരച്ചിൽ കേൾക്കാം, ഏങ്ങി ഏങ്ങി കരച്ചിൽ കേൾക്കാം. ആണും പെണ്ണുമൊക്കെ. എന്താ കാരണം? മമ്പുറത്തെ ഉപ്പാപ്പ രാത്രി 2 മണി കഴിയുമ്പോൾ അതാ പ്രിയപ്പെട്ട സഹോദരിമാരെ രാത്രിയെ 3 ഓഹരി ചെയ്ത്, ഒരു ഓഹരി ഉറങ്ങാൻ വിശ്രമത്തിന്, ഒരു ഓഹരി ഭാര്യയും മക്കളും, ഒരു ഓഹരി വിവാദത്തിന്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ രാത്രി പകുതി കഴിയുമ്പോൾ എഴുന്നേറ്റ് ഖുർആൻ ഓതിട്ട് കരയുകയാണ്, നിസ്കരിച്ചുകൊണ്ട് കരയുകയാണ്. ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ കൂടെ നിൽക്കുന്ന 10-700 ആളുകളുണ്ട്, ആ പരിസരവാസികളൊക്കെ. അവരൊക്കെ ഇത് കണ്ടിട്ട് അവരുമൊക്കെ അതേപോലെ രാത്രി കരയാൻ തുടങ്ങി. പഴയ കാലത്ത് മമ്പുറത്തെ ഊട് വഴിയിലൂടെ നടന്നു നോക്കിയാൽ രാത്രി 2 മണി കഴിഞ്ഞാൽ എല്ലാ വീട്ടിൽ നിന്നും കണ്ണീരൊഴുക്കിക്കൊണ്ട് കരച്ചിൽ കേൾക്കാമായിരുന്നേനെ. ഞാനിപ്പോ കുറച്ചു മുമ്പ് ബൈത്തുൽ മുഖദ്ദസ് കാണാം. അപ്പൊ ഫലസ്തീൻ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ ജുമാ നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ഒരു പ്രധാന സിയാറത്ത് കേന്ദ്രമാണ്. അതായത് അത് റാബിഅത്തുൽ അദവിയ്യ ബീവിയുടേതാണ്. സഹോദരിമാരെ, അവിടെ സിയാറത്തിന് നോക്കുമ്പോ അതിന്റെ അപ്പുറത്തെ ഒരു സ്ഥലത്ത് ഭയങ്കര ആളുകൾ കൂടി. അപ്പൊ അതെന്താ? അവിടെ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ വരും. അതെന്താ? ഈസാ നബിയെ ഉയർത്തപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ്. അതിന്റെ തൊട്ടാണ് റാബിയ ബീവിന്റെ ഖബർ. അവിടെ നിന്നാണ് കഴിഞ്ഞിട്ട് വേണം ബൈത്തുൽ മുഖദ്ദസൊക്കെ നടക്കാൻ. അപ്പോ റാബിഅത്തുൽ അദവിയ്യ ബീവിന്റെ ഖബർ സിയാറത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി താഴേക്ക് ചെല്ലണം. അവിടെ ചെന്നപ്പോ ആ ഖബറിന്റെ ചുമരുമ്പലുണ്ട് ഒരു ചരിത്രം എഴുതി വെച്ചു. എന്താ? ഫലസ്തീൻ ഗവൺമെന്റ് അവിടെ ചെല്ലുന്ന ആളുകൾക്ക് സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ കൊടുക്കുമ്പോൾ അതിന് പേരുകളൊക്കെ. അപ്പൊ റാബിഅത്തുൽ അദവിയ്യ ബീവിയെ സിയാറത്തിന് വേണ്ടി ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നു. എന്താ ചരിത്രം? ബഹുമാനപ്പെട്ട റാബിഅ ബീവി റളിയല്ലാഹു അൻഹാ എല്ലാവരും രാത്രി ഊണ് കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ റാബിഅ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉറക്കമില്ല. ബഹുമാനപ്പെട്ട മഹദി രാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ച് ദിക്റുകൾ ചൊല്ലി അല്ലാഹുവിന്റെ മുമ്പിൽ പറയുന്നു, റബ്ബേ അജബൻ ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. അല്ലാഹുവേ, ഞാൻ എങ്ങനെ ഉറങ്ങും? നാളെ മരണപ്പെട്ടുകൊണ്ട് ഖബറിലേക്ക് വരുമ്പോൾ മുൻഗണനക്കുള്ള ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ കഴിയുമോ? ഇല്ലേ. ഇത് ഉറപ്പിക്കാതെ ഞാൻ എങ്ങനെ ഉറങ്ങും? മീസാനിൽ തുലാസിൽ നന്മ തിന്മ തൂക്കുമ്പോൾ എന്റെ നന്മ കൂടുമോ? ഇല്ലേ. അതറിയാതെ ഞാൻ എങ്ങനെ ഉറങ്ങും? വലം കൈയിലും ഇടം കൈയിലുമായിട്ട് റിക്കാർഡുകൾ കൊടുക്കുമ്പോൾ എന്റെ ഏടുകൾ ഏത് കയ്യിൽ കിട്ടുമെന്നറിയാതെ ഞാൻ എങ്ങനെ ഉറങ്ങും? സിറാത്ത് പാലം അക്കരെ കടക്കാൻ വേണ്ടി ചെന്ന് നോക്കിയാൽ എത്രയോ ആളുകൾ സിറാത്ത് പാലത്തിൽ നിന്ന് വഴി താഴെ നരകത്തിലേക്ക് വീഴും. ഞാൻ നരകത്തിലേക്ക് വീഴുമോ? അക്കരെ എത്തിയിട്ട് സ്വർഗത്തിലെത്തുമോ? ഇതറിയാതെ ഞാൻ എങ്ങനെ ഉറങ്ങും? ബഹുമാനപ്പെട്ട ബീവി പാതിരാ സമയത്ത് അല്ലാഹുവിലേക്ക് കൈയുയർത്തിയിട്ട് 2 കണ്ണിൽ നിന്നും കുടുകുടാ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, രാജാക്കന്മാരെ വാതിലടച്ചു, കച്ചവടക്കാര് വാതിലടച്ചു, നാട്ടുകാര് വാതിലടച്ചു, എല്ലാവരും വാതിലടച്ചു കഴിഞ്ഞു. ഈ പാതിരാവിന്റെ കൂരിരുട്ടിൽ ഈ നാട്ടിൽ ഒരാളെ വാതിലും തുറന്നു കിടക്കുന്നില്ല. പടച്ചവനെ, നിന്റെ റഹ്മത്തിന്റെ വാതിൽ അടച്ചിട്ടില്ലല്ലോ, നിന്റെ മഗ്ഫിറത്തിന്റെ വാതിൽ അടച്ചിട്ടില്ലല്ലോ, നിന്റെ തൗബയുടെ വാതിൽ അടച്ചിട്ടില്ലല്ലോ. പാതിരാവിന്റെ കൂരിരുട്ടിൽ ഈ പാപിയായ പെണ്ണ് നിന്റെ വാതിൽക്കൽ കരയുന്നത് നീ കാണുന്നില്ലേ റബ്ബേ? അവരൊന്നും ചെയ്തതുപോലെ ചെയ്യാൻ കഴിഞ്ഞെങ്കിലും ഖളാ ആക്കാതെ സുബഹി നിസ്കരിച്ചെങ്കിലും വേണ്ടേ? പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, നല്ലപോലെ മരണം കണ്ടോ. നമ്മൾ ഉദ്ദേശിച്ച സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിടാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ല വിട്ടിട്ടുണ്ട്. പെട്ടെന്നൊരു കുരുണ്ടായിട്ട് പൊട്ടിയതല്ല ഭരണഘടനാ ഭേദഗതി മറ്റൊന്നും.
മുസ്ലിമീങ്ങളെ ഇനം തിരിച്ച് ആക്രമിക്കുന്നതിന് നേരത്തെ കാലത്തെ കണക്ക് കൂട്ടി വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കുതന്ത്രങ്ങളാണ്. അല്ലാഹുവേ, അവര് ഒരുക്കിയ കെണിവലകളിൽ അവരെ തന്നെ നീ വീഴ്ത്തണേ അല്ലാ. മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നേരത്തെ തന്നെ ഒരു കാവലായി നമ്മളെ നാട്ടിലൊക്കെ നടപ്പാക്കാൻ തന്നിട്ടുണ്ട് ബദരിയത്ത്, മഹ്ദറത്തുൽ ബദരിയ. ബഹുമാനപ്പെട്ട AP ഉസ്താദ് മക്കത്ത് മുഹമ്മദ് മാലിക്കി തങ്ങളോട്, അബ്ബാസ് മാലിക്കി തങ്ങളോട്, മദീനയിലെ ഹസൻ ഷദ്ദാദ് തങ്ങളോട്, യമനിലെ ഉമർ ഹബീബ് തങ്ങളോട്, കുവൈത്തിലെ ആശിം റിഫായി തങ്ങളോട്, അങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മളെ നാട്ടിൽ മടവൂർ ശൈഖിനോട്, ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി മുരിയൻ പാപ്പാനോട്, ബഹുമാനപ്പെട്ട OK ഉസ്താദിനോട്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനോട്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ പാപ്പാനോട്, കൊണ്ടൂർ ഉസ്താദിനോട്, ഈ നൂറ്റാണ്ടിൽ ജീവിച്ച മുഴുവൻ ഔലിയാക്കളോടും ഉസ്താദ് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. ഞാൻ പൊരുത്തം വാങ്ങിയിട്ട് ഉസ്താദ് ബദരിയത്ത് ചെല്ലാൻ തുടങ്ങിയിട്ട് 20ാമത്തെ വയസ്സിൽ തുടങ്ങിയിരിക്കണം. ഉസ്താദ് ബദരിയത്ത് ചെല്ലല് ഞാൻ ബദരിയത്ത് ഉസ്താദ് 20ാമത്തെ വയസ്സിൽ ചൊല്ലിയിട്ട് ഇപ്പൊ ഉസ്താദിന് വയസ്സത്തിലായി. പാസ്പോർട്ട് പ്രകാരം 82ആയി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ 60 കൊല്ലമായിട്ട് ചെറ്റിക്കൊണ്ടിരിക്കുന്നതാണ് മഹ്ദറത്തുൽ ബദരിയ. എന്തേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉള്ള കോലാഹലങ്ങളും കുലുമാരും ബാക്കിയുള്ളതും എന്തെല്ലാം കേൾക്കുന്നുണ്ട്. ഉസ്താദിന് വല്ല കൂസലും അല്ലാഹു റബ്ബി. ആക്ഷേപം കൂടിയപ്പോ മർക്കസിന് 10 ഏക്കറാണ്. അത് കുറയണില്ല എന്ന് കണ്ടപ്പം ആ 10 30 ഏക്കർ. ആൾക്കാര് പിന്നെ അടങ്ങിക്കണില്ല എന്ന് കണ്ടപ്പോ കുറച്ചും കൂടി കൂട്ടി 10 കൂടി വാങ്ങിയിട്ട് 40 ഏക്കർ. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഉസ്താദിന്റെ മയ്യത്തെല്ലാം കൂടി ബൈക്കുകളിൽ ഉണ്ടാക്കിയിട്ട് അതും കൊണ്ട് നടന്നപ്പോ ഉസ്താദ് വിചാരിച്ചു, ഈ ജനങ്ങൾ അങ്ങനെ വിട്ടാൻ പറ്റൂല, നോളജ് സിറ്റിയിൽ 100 ഏക്കറാണ്. ഇപ്പൊ ഇൻഷാ അല്ലാഹ് മർക്കസിന്റെ സമ്മേളനം ഏപ്രിൽ 9, 10, 11, 12 അല്ലാഹു വിജയിപ്പിക്കുമാറാവണം. അല്ലാഹു വിജയിപ്പിക്കുമാറാവണം ഇൻഷാ അല്ലാഹ്. ആ സമ്മേളനത്തിനോടനുബന്ധിച്ച ഒരു ദിവസം നല്ല മദീനത്തെ പള്ളിക്ക് കൊടുക്കുന്ന ഒരു ബാങ്ക്, ഞമ്മക്കൊരു പുതിയ